السلام عليكم ورحمة الله وبركاته. الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. والصلاة والسلام على رسول الأمين نبينا محمد وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഡിജിറ്റൽ യുഗത്തിലെ ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇസ്ലാമിനെതിരെ വലിയ രീതിയിലുള്ള സൈബർ യുദ്ധം നടക്കുന്നുണ്ട്. എക്സ് മുസ്ലിം എന്ന കപട ലേബലിൽ ഒട്ടിച്ചുകൊണ്ട് കുറച്ചുപേർ യൂട്യൂബിലും ഫേസ്ബുക്കിലും വന്നിരുന്ന് ഇസ്ലാമിന്റെ അടിത്തറയിളക്കാൻ പോവുകയാണെന്ന് പ്രഖ്യാപിക്കുന്നു. തങ്ങൾ വലിയ എന്തോ വിപ്ലവം നടത്തുകയാണെന്നാണ് ഇവരുടെ ഭാവം. എന്നാൽ ചരിത്രമറിയാത്ത, പ്രമാണങ്ങൾ പഠിക്കാത്ത കുറച്ചു പേരുടെ കോമാളിത്തരങ്ങൾ മാത്രമാണിത് എന്ന് ഏകദേശം 50% ആളുകൾക്ക് അറിയാമെങ്കിലും ഇന്ന് നമ്മുടെ യുവാക്കള് ഇവരുടെ കെണികളിൽ പെട്ടു വീഴുന്നതാണ് നാം ഇന്ന് പോകുന്നത്. അതായത് ഇന്നത്തെ മുസ്ലിം സ്ത്രീകൾ ഇവരുടെ വാക്കുകേട്ടുകൊണ്ട് ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചുകൊണ്ട്, അതായത് ഇത്രയും കാലം നമ്മുടെ നാടുകളിൽ നല്ല രീതിയിൽ വസ്ത്രം ധരിച്ചുകൊണ്ട് മാന്യമായി ജീവിച്ചിരുന്ന പെൺകുട്ടികൾ ഇന്ന് ആരിഫ് ഹുസൈനെ പോലെ, ജബ്ബാറിനെ പോലെ, ജാമിദ ടീച്ചറെ പോലെ, അതായത് ജസ്ന മാടശ്ശേരിയെ പോലെയുള്ള ആളുകളുടെ കെണിയിൽ വീണുകൊണ്ട് ജീവിതം തന്നെ മാറ്റിമറിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം എന്നത് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഉണ്ടാക്കിയ പ്രസ്ഥാനമല്ല. അത് പ്രപഞ്ചനാഥനായ അള്ളാഹു മനുഷ്യരാശിക്കായി നൽകിയ ഏക യഥാർത്ഥ ജീവിത വ്യവസ്ഥയാണ് ഇസ്ലാം. അതിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ പറയാൻ ആർക്കും തന്നെ അധികാരമില്ല. അതായത് ഇസ്ലാമിൽ നിന്നുകൊണ്ട് ഇസ്ലാമിനെ പഠിപ്പിക്കുകയല്ലാതെ ഇസ്ലാമിന്റെ കുറ്റം പറഞ്ഞുകൊണ്ട് പണം സമ്പാദിക്കാമെന്ന ഒരു ലക്ഷ്യമാണ് ഇവരുടെ മുന്നിലുള്ളതെങ്കിൽ ഒരിക്കലും അത് അള്ളാഹു തആല കൂടുതൽ നാൾ മുന്നോട്ട് കൊണ്ടുപോവുകയില്ല. കാരണം ഇവരെല്ലാം ഒരു സമയമാകുമ്പോൾ മരിച്ചു പോകേണ്ടവരാണ്. ഇവരെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇവരെ ഒരാൾ പോലും ഈ ഇന്ത്യ രാജ്യത്ത് ഓർക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഈ സമൂഹത്തിൽ ഇവരുടെ കയ്യിൽ നിന്നും യാതൊരു നന്മ പോലും നമ്മൾ ഇന്ന് വരെ നോട്ട് ചെയ്തിട്ടില്ല. അതായത് ഇന്നുള്ള മതസംഘടനകളെല്ലാം ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കാനും പാവങ്ങളെ സഹായിക്കാനും വേണ്ടി മത്സരിക്കുമ്പോൾ ഇവർ മാത്രം അവരെ സഹായിക്കുന്നവരെ കുറ്റം പറഞ്ഞുകൊണ്ട് യൂട്യൂബിലെ വരുമാനവും കാത്തുകൊണ്ട് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെ തകർക്കാൻ ആർക്കും കഴിയില്ല. വിശുദ്ധ ഖുർആൻ സൂറത്തു ആൽ ഇംറാനിലെ 19-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു ഇത് അടിവരയിട്ടുകൊണ്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. എന്താണ് അള്ളാഹു തആല പ്രഖ്യാപിക്കുന്നത് എന്നറിയുമോ? ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം വമഖ്തലഫല്ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുൽ ഇൽമു ബൈനയാ ബൈനഹും വമൻ യക്ഫർ ബിആയാത്തില്ലാഹി ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. എന്താണ് അള്ളാഹു തആല പറഞ്ഞത്? തീർച്ചയായും അള്ളാഹുവിങ്കിൽ സ്വീകാര്യമായ മതം ഇസ്ലാം മാത്രമാകുന്നു. വേദഗ്രന്ഥം നൽകപ്പെട്ടവർ തങ്ങൾക്ക് സത്യത്തെക്കുറിച്ചുള്ള അറിവ് വന്നെത്തിയതിനു ശേഷം മാത്രമാണ് ഭിന്നിച്ചു പോയത്. അവർക്കിടയിലുള്ള അസൂയയും അതിക്രമവും കാരണമായിട്ട് ആരെങ്കിലും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ തള്ളിക്കളയുകയാണെങ്കിൽ തീർച്ചയായും അള്ളാഹു അതിവേഗം കണക്ക് ചോദിക്കുന്നവനാകുന്നു എന്നാണ് അള്ളാഹു തആല മനസ്സിലാക്കി തരുന്നത്. അതായത് നിങ്ങൾ കാരണം തകരുന്നത് ഒരിക്കലും ഇസ്ലാമല്ല. ഇസ്ലാമിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് സംഭവിക്കേണ്ടതെല്ലാം സംഭവിക്കും. കാരണം 50-60 വയസ്സ് വരെ ഒരു മനുഷ്യന്റെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആയുസുള്ളൂ. ഈ 63-65 വയസ്സിന്റെ ഉള്ളിൽ മരിച്ചു പോകേണ്ടവരാണ് ഇന്നത്തെ ഈ സമൂഹം എന്ന ചിന്ത നമുക്ക് വേണം. എന്തായാലും മരണം എന്നത് നിർബന്ധമായിട്ടും ഈ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഈ മരണത്തിനെ പേടിക്കാതെ നമ്മളാരും ഇന്ന് നമ്മുടെ ശരീരങ്ങളിൽ ഓക്സിജന്റെ കുറ്റി ഘടിപ്പിച്ചുകൊണ്ടല്ല ജീവിക്കുന്നത്. അതായത് നമ്മൾ അള്ളാഹുവിന്റെ ഈ ഔദാര്യം കൈപ്പറ്റിക്കൊണ്ടാണ് ഇന്ന് നാം ഏവരും ജീവിക്കുന്നത്. അതായത് അള്ളാഹു സൗജന്യമായി തരുന്ന ഓക്സിജൻ ശ്വസിച്ചുകൊണ്ട്, ഈ വായു ശ്വസിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ഓരോ സെക്കൻഡും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. രാത്രിയിൽ അള്ളാഹു തആല ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ റൂഹിനെ കൊണ്ടുപോകുന്നുണ്ട്. പിന്നീട് അള്ളാഹു തആല ഇതിനെ മടക്കി തന്നില്ലെങ്കിലോ? നിങ്ങൾ ഇന്നേ വരെ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്റെ യുവതികളെ? ഇന്ന് നിങ്ങൾ കാരണം ഇസ്ലാം തകരുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം ഇസ്ലാം അല്ല തകരുന്നത്, നിങ്ങളാണ് തകരുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ പണ്ഡിതന്മാർ എന്റെ യുവാക്കളെ നിങ്ങൾക്ക് ഇത്രയും കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി പാടുപെടുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുന്നില്ല, നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കുന്നില്ല. നിങ്ങളുടെ ലൈഫ് ഇന്ന് ആണും പെണ്ണും മിക്സ് ആയിക്കൊണ്ടുള്ള ജീവിതത്തിലൂടെ നിങ്ങൾ തകർത്ത് കളയുകയാണ്. അതായത് അള്ളാഹു തആല വ്യഭിചരിക്കരുത് എന്നല്ല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത്. വ്യഭിചാരത്തിലേക്ക് അടുക്കുക പോലും ചെയ്യരുത് എന്ന് പഠിപ്പിച്ച അള്ളാഹുവിനെ നിങ്ങൾ എന്ത് രീതിയിലാണ് നിങ്ങൾ അള്ളാഹുവിനെ കാണുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക.
അള്ളാഹുവിന്റെ കൽപ്പന വകവെക്കാതെ, ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഈ റബ്ബിനെ വകവെക്കാതെ നിങ്ങൾ ഇന്ന് കോളേജുകളിലും തെരുവുകളിലും കടലിന്റെ ഓരങ്ങളിലും നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന കോലാഹലങ്ങളും വൃത്തികേടുകളും തുറന്നു പറയാൻ പറ്റാത്ത രീതിയിൽ ഇന്നത്തെ ഉസ്താദുമാർ അധംപതിച്ചു പോവുകയാണ്. അതായത് സത്യം പറഞ്ഞാലും അത് മനസ്സിലാക്കാനുള്ള ഒരു ആളുകൾ നമ്മുടെ സമുദായത്തിൽ നിന്നും അകന്നു പോകുന്നു. അതായത് ഇന്ന് സത്യം പറയുന്ന ഉസ്താദുമാർക്കെതിരെ അമ്പ് വീശുന്ന കാലഘട്ടമാണ്, വെടിയുതിർക്കുന്ന കാലഘട്ടമാണ്. സത്യം പറയാൻ പറ്റാതെ എന്ത് ചെയ്യണമെന്നറിയാതെ മതപണ്ഡിതന്മാർ നാനാഭാഗത്തു കൂടി പരക്കം പായുകയാണ്. അല്ലാഹു തആല ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഇസ്ലാമിന്റെ അജയ്യതയാണ്. അള്ളാഹുവിന്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ട ഒരേ ഒരു ദീന് ഇസ്ലാമാണ്. ഇതിനെതിരെ വരുന്ന വിമർശനങ്ങൾ പുതിയതല്ല, ചരിത്രത്തിൽ എന്നും ഉണ്ടായിട്ടുണ്ട്. അതായത് അള്ളാഹുവിന്റെ പ്രവാചകൻ വരുന്നതിന് മുമ്പ് തന്നെ എത്രയോ പ്രവാചകന്മാർ ഇസ്ലാമിന്റെ പേരിൽ വന്നിട്ടുണ്ട്. ആദം നബി മുതൽ മുഹമ്മദ് നബി വരെയുള്ള പ്രവാചകന്മാർ, ഏകദേശം 1,25,000 പരം പ്രവാചകന്മാർ ഈ ലോകത്ത് വന്നിട്ടുണ്ട്. അതിൽ 25 പേര് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമാക്കി പറയുന്നുമുണ്ട്. അവരുടെ എല്ലാം കഥകൾ നമുക്ക് വിശുദ്ധ ഖുർആനിലൂടെ തന്നെ മനസ്സിലാക്കാനും സാധിക്കും. അതായത് ഇന്ന് ആരിഫ് ഹുസൈനെ പോലെ ജബ്ബാറിനെ പോലെയുള്ള ആളുകൾ നിങ്ങളെ തകർക്കാൻ ശ്രമിക്കുകയാണ് സുഹൃത്തുക്കളെ. അതായത് നാം പണ്ട് ഒരു കഥ കേട്ടതായി ഞാൻ ഓർക്കുന്നു. അതായത് ഒരു കുറുക്കൻ കോഴിയെ വളച്ച ഒരു കഥയുണ്ട്. അതായത് കോഴിയോട് ഒരു കുറുക്കൻ ക്ലാസ് എടുക്കുകയാണ്, ഈ കോഴികളെ നിങ്ങളിങ്ങനെ പാതിരാത്രി പുറത്തിറങ്ങാതെ നടന്നു കഴിഞ്ഞാല് നിങ്ങളെ ആളുകൾ പറ്റിക്കുകയാണ്. അങ്ങനെയുള്ള ക്ലാസ് എടുത്തുകൊണ്ട് പാതിരാത്രിയിലേക്ക് കോഴികളെ പുറത്ത് ഇറങ്ങിവിടാൻ പ്രേരിപ്പിക്കുന്ന കുറുക്കന്റെ കാലഘട്ടത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. അതായത് വീടിനുള്ളിൽ അടഞ്ഞൊതുങ്ങി കഴിഞ്ഞിരുന്ന പെണ്ണുങ്ങള് ഇന്ന് പുറത്തേക്ക് പോവുകയില്ലാതെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് എല്ലാ യുവതികളും ഈ ലോകത്ത് നിന്ന് പുറത്തുപോയി ജോലി ചെയ്യുന്നതും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിൽ ഏർപ്പെടുന്നത്. പക്ഷേ ഇവരെ പറ്റിക്കാൻ വളരെ സുഖമാണ് എന്ന് മനസ്സിലാക്കിയ കുറുക്കൻ, കാരണം ഈ കുറുക്കന്റെ ആഗ്രഹം ഈ രാത്രി പുറത്തിറങ്ങുന്ന കോഴിയെ ഭക്ഷിക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കാത്ത കോഴിയെ പോലെ ഇന്നത്തെ യുവ സ്ത്രീകള് അലങ്കോലമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ദീൻ എന്താണെന്നറിയാതെ, ഇസ്ലാം എന്താണെന്നറിയാതെ, നമുക്ക് സൗജന്യമായി ഓക്സിജൻ തരുന്ന അള്ളാഹുവിനെ അറിയാതെ, നമ്മളെ സൃഷ്ടിച്ച തമ്പുരാനെ മനസ്സിലാക്കാതെ എങ്ങോട്ടാണ് യുവതികളെ നിങ്ങളുടെ പോക്ക്? ഇന്ന് കോളേജ് ഹാളുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അനാചാരങ്ങൾ എന്തെല്ലാമാണെന്ന്, അതായത് നമ്മൾ അവരുടെ ഭാഷമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്നത്തെ കോളേജ് വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്ന ലഹരികളുടെ പേര് കേട്ടാൽ തന്നെ നമുക്കൊക്കെ അറ്റാക്ക് വന്ന് മരിച്ചു പോകും. ഇങ്ങനെയുള്ള രീതിയിലുള്ള ലഹരി പദാർത്ഥങ്ങളാണ് ഇവർ ഉപയോഗിക്കുന്നത്. ഈ സുഹൃത്ത് ഒരു വീഡിയോ ചെയ്തിരുന്നു, ലജ്ജ എന്ന 2 അക്ഷരം എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഇതിനെതിരെ വന്ന കമന്റുകൾ വായിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇന്നത്തെ ഈ സമുദായത്തിന്റെ പോക്ക്. ആരിഫ് ഹുസൈൻ എന്ന ഈ കള്ളനുണ്ടല്ലോ, ഇദ്ദേഹം 4 മാസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം ഒരു യൂട്യൂബിൽ വന്നൊരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ഇസ്ലാമിന്റെ തകർച്ച മുസ്ലിം സ്ത്രീകളിലൂടെ ആയിരിക്കും. ഇന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഈ കൊടക്കാട് എന്ന പ്രദേശത്ത് ആറ്റക്കോയിലേക്ക് ഒഴുകിപ്പോകുന്ന പെണ്ണുങ്ങളെ ഇന്ന് നമുക്ക് കാണാം. അതായത് അന്തവും ബുദ്ധിയും നഷ്ടപ്പെട്ടുകൊണ്ട് ആരെയാണ് വിളിക്കേണ്ടത്, ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പോലും അറിയാതെ ഇങ്ങനെയുള്ള കോയമാരുടെ അടുക്കലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സ്ത്രീകൾ. ഏകനായ അല്ലാഹു തആലയെ വിളിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ വിളിക്കൂ, ഞാൻ ഉത്തരം തരാം എന്ന് പറഞ്ഞ റബ്ബിനെ ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള കോയമാരുടെ അടുക്കലേക്കാണ് ഇന്നത്തെ സ്ത്രീകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. യുവതികളും ഒട്ടും കുറവല്ല, സാധാരണ വിദ്യാർത്ഥികളും ഒട്ടും കുറവല്ല. പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാലും എല്ലാ എക്സാമിലും മാർക്ക് കൂടാൻ വേണ്ടിയിട്ടുമെല്ലാം ഇവർ ജാറങ്ങളിലേക്കാണ് പോകുന്നത്. ഏകനായ അള്ളാഹുവിനെ കൈവിട്ടുകൊണ്ട് ഇങ്ങനെയുള്ള തിന്മകളിലേക്ക് പോകുന്ന എന്റെ കുട്ടികൾ അറിയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഈ സഹോദരന് ഇതിന് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. പക്ഷേ ഇന്നത്തെ ജനത ഒരുപാട് ശ്രദ്ധിക്കേണ്ട അവസ്ഥയിലാണ്. കാരണം ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ട മതം ഇസ്ലാമാണ്. ഇസ്ലാം അനുസരിച്ച് ജീവിക്കാനാണ് അള്ളാഹു തആല ഈ ലോകത്ത് 4 ഗ്രന്ഥങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ഈ 1,25,000 പരം പ്രവാചകന്മാർ ഭൂമിയിൽ വന്നിട്ടുണ്ടെങ്കിലും അള്ളാഹു തആല ഒരു മുസ്ലിമായി ജീവിക്കണമെങ്കിൽ ഈമാൻ കാര്യങ്ങളിൽ 4-മത്തതാണ് അവന്റെ കിതാബുകളിൽ വിശ്വസിക്കുക. അള്ളാഹു തആല ഖുർആനിൽ
വിശ്വസിക്കാൻ മാത്രമല്ല പറഞ്ഞത്, തൗറാത്ത്, സബൂർ, ഇഞ്ചീൽ, ഖുർആന്, ഈ 4 ഗ്രന്ഥങ്ങളും വിശ്വസിക്കൽ ഒരു മുസ്ലിമിന്റെ കടമയാണ്. അതായത് എന്താണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം പറയുന്നത്? മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാനാണ് ഈ ഗ്രന്ഥങ്ങളെല്ലാം അല്ലാഹു തആല സൃഷ്ടിച്ചുണ്ടാക്കിയത്. ഈ ഗ്രന്ഥമനുസരിച്ച് ജീവിക്കാൻ നമുക്ക് എന്താണ് ബുദ്ധിമുട്ട്? നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇന്ന് നാം നമ്മുടെ നാടുകളിൽ നമ്മുടെ സ്വന്തം ക്യാഷ് മുടക്കിക്കൊണ്ട് 50 ലക്ഷവും 60 ലക്ഷവും മുടക്കിക്കൊണ്ട് നമ്മൾ വാങ്ങുന്ന വാഹനങ്ങളുണ്ടല്ലോ, ഈ വാഹനങ്ങളുടെ യഥാർത്ഥ വില എത്രയാണ്? ഏകദേശം 30 ലക്ഷം രൂപ വില വരുന്ന വണ്ടിക്ക് നമ്മൾ എത്രയോ ഇരട്ടി ശതമാനം ടാക്സ് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് വണ്ടി വാങ്ങുന്നത്. അതായത് ഇവിടത്തെ ഈ നിയമത്തിനനുസരിച്ച് നമ്മൾക്ക് ജീവിച്ചേ മതിയാകൂ. ഇന്ന് നമ്മൾ ആഡംബര ബൈക്കുകൾ വാങ്ങും, പക്ഷേ ഈ ബൈക്കിൽ ഹെൽമെറ്റ് ഇല്ലാതെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. അതിനും അവർ പല ന്യായങ്ങളും പറയുന്നുണ്ടെങ്കിലും ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്യാനല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ ഇഷ്ടത്തിന് ഓടിക്കാനുള്ള അധികാരം നമ്മുടെ ഗവൺമെന്റ് നമുക്ക് തരുന്നില്ല. അതുപോലെ തന്നെയല്ലേ മദ്യപാനം, സിഗരറ്റ്, ഇതെല്ലാം നമ്മുടെ രാജ്യത്ത് ബഹിഷ്കരിക്കുന്നുണ്ട്. എല്ലാ പാർട്ടിക്കാരും ഇതിന് കൂടുതൽ പ്രോത്സാഹനമൊന്നും നൽകുന്നില്ല. പക്ഷേ നമ്മൾ എന്തുകൊണ്ടോ നമ്മൾ ഇതൊന്നും മനസ്സിലാക്കാതെ നമ്മൾ തെറ്റിൽ നിന്നും തെറ്റിലേക്ക് പോവുകയാണ്. അതായത് സിഗരറ്റ് വലിക്കുന്ന സിഗരറ്റുമ്മ തന്നെ എഴുതിക്കൊടുത്ത ഡേഞ്ചർ ആണെന്ന്, മദ്യപിക്കുന്ന മദ്യക്കുപ്പിയിൽ എഴുതിക്കൊടുത്ത ഡേഞ്ചർ ആണെന്ന്, ഇത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ച് ഇതിന്റെ കുപ്പിയിൽ തന്നെ എഴുതിയിട്ടുണ്ട്. എന്നിട്ടും ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. അല്ലാഹു തആല 3 തവണയായിട്ടാണ് അല്ലാഹു തആല ലഹരി നമ്മളോട് നിർത്താൻ ആവശ്യപ്പെടുന്നത് പല രീതിയിൽ. അതായത് ആദ്യം അല്ലാഹു തആല പറയുകയാണ്, നിങ്ങൾ ഈ ലഹരി നിങ്ങൾക്ക് ഗുണത്തിനെക്കാട്ടിലും കൂടുതൽ ദോഷമാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ആദ്യമായി അല്ലാഹു തആല പറയുന്നത്. രണ്ടാമത് സൂറത്തുൻ നിസായിലൂടെ അല്ലാഹു തആല വ്യക്തമാക്കുകയാണ്, നിങ്ങൾ പള്ളിയിൽ നിസ്കാരത്തിന് വരുന്ന സമയത്ത് നിങ്ങൾ മദ്യപിക്കരുത് എന്ന്. മൂന്നാമതായി അല്ലാഹു തആല കുറച്ച് കഠിനമായി ചോദിക്കുകയാണ്, ഇനിയും നിങ്ങൾക്ക് നിർത്താനായില്ലേ എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. അങ്ങനെ ഇത് നിർത്തിയ സമയത്താണ് സഹാബിമാർ ഒന്നടങ്കം മദ്യക്കുപ്പികൾ എല്ലാം വലിച്ചെറിഞ്ഞുകൊണ്ട് മരത്തിന്റെ ചുവട്ടിലേക്കും പാറക്കല്ലിലേക്കും ഒക്കെ മദ്യക്കുപ്പികൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ഈ സഹാബിമാർ അള്ളാഹുവിന്റെ ആ വാക്ക് വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിനോടുള്ള ബഹുമാനം കാണിച്ചത്. ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ എന്താണ്? മദ്യത്തിലൂടെയും കഞ്ചാവിലൂടെയും ലഹരിയിലൂടെയും ജനങ്ങളെ മുഴുവൻ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. അതായത് സ്വന്തം ഉമ്മയെയും ഉപ്പയെയും തിരിച്ചറിയാത്ത മക്കള്, ഭാര്യയെയും സന്താനങ്ങളെയും തിരിച്ചറിയാത്ത മക്കള്, കഞ്ചാവിന് എഡിറ്റായിക്കൊണ്ട് ജീവിതത്തിലെ സന്തോഷം എന്തെന്നറിയാതെ വെറും ഒരു ലഹരിക്ക് അടിമപ്പെട്ടു പോയിക്കൊണ്ട് ഇങ്ങനെയുള്ള ആളുകളാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിയുക. ഒരു യാത്ര പോകാൻ പോലും പറ്റാത്ത രീതിയിലുള്ള സ്വഭാവമാണ് ഇന്ന് നമ്മളെ യുവാക്കളിൽ കാണുന്നത്. അതായത് ഒരു ദൂര യാത്ര പോകുന്ന ഒരു വ്യക്തിക്ക് വഴി അറിയാതെ കുടുങ്ങി നിൽക്കുന്ന സമയത്ത് വഴി ചോദിക്കാൻ പോലും പേടിക്കുന്ന കാലഘട്ടം. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എവിടേക്കാണ് ബസ്, ആ സ്റ്റോപ്പിന്റെ പേര് പോലും ചോദിക്കാൻ പറ്റാത്ത കാലഘട്ടം. അതായത് ഇന്ന് എന്തെങ്കിലും ഒരു ഉപകാരം ഒരു യുവാവിനോട് ചോദിക്കാൻ പോലും പേടിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നാം കടന്നു പോകുന്നത്. അതായത് നമ്മുടെ യുവാക്കളെല്ലാം കഞ്ചാവിനും ലഹരിക്കും അടിമയായി കഴിഞ്ഞു. അതായത് ഇതിലുള്ള സുഖം അനുഭവിച്ചുകൊണ്ട് ദീൻ എന്താണെന്നറിയാതെ അല്ലാഹു തആല നിരോധിച്ച കാര്യങ്ങൾ എന്തെല്ലാം എന്നറിയാതെ ഇവർ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ്. എന്താണ് ഇതിന് അല്ലാഹു തആല നമ്മുടെ പ്രവാചകനിലൂടെ നമുക്ക് തന്ന താക്കീത്? അതായത് 3 പ്രാവശ്യമായിട്ട് അല്ലാഹു തആല മദ്യം നിർത്തലാക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയാണെങ്കിൽ മക്കയിലെ മരുഭൂമിയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗഹീദിന്റെ സന്ദേശം വിളിച്ചു പറഞ്ഞപ്പോൾ അബൂജഹലും അബൂലഹബും ഉസ്ബയും ഷൈബയും ഒക്കെ ഇതിനേക്കാൾ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയവരാണ്. പ്രവാചകനെ അവർ ഭ്രാന്താണെന്നും ജാതകനെന്നും കവിയെന്നും വിളിച്ച് ആക്ഷേപിച്ചു. ഇസ്ലാമിനെ മക്കയിൽ വെച്ച് തന്നെ ഇല്ലാതാക്കാൻ അവർ തങ്ങളുടെ സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ചു. എന്നാൽ എന്താണ് സംഭവിച്ചത്? അബൂലഹബിന്റെ കൈകൾ നശിച്ചുപോയി. മക്കയിലെ കപട പ്രമാണികൾ ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് എറിയപ്പെട്ടു. പക്ഷേ ഇസ്ലാമിന്റെ പ്രകാശം മക്കയുടെ മരുഭൂമിയിൽ നിന്ന് ലോകത്തിന്റെ 4 ദിക്കുകളിലേക്കും പടർന്നു പന്തലിച്ചു. ഇന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് ലോകത്ത് ഏറ്റവും വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന മതമേതാണെന്ന് നിങ്ങൾ ഇന്റർനെറ്റിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം ഇസ്ലാമാണെന്നാണ്. അതായത് ഇസ്ലാം വളരുകയാണ് ചെയ്യുന്നത്. ആരിഫ് ഹുസൈനെ പോലെ, ജാമിദയെ പോലെയുള്ള ആളുകൾ വന്നുകൊണ്ട് ഇസ്ലാമിന്റെ
ഇസ്ലാമിന്റെ കുറ്റം പറയുമ്പോൾ യഥാർത്ഥ ഇസ്ലാം ഇന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ലണ്ടനിൽ പോയിക്കൊണ്ട് ലണ്ടനുകാരുടെ ഏറ് വാങ്ങിപ്പോന്ന ആരിഫ്, അതായത് ഏത് ലോകത്ത് ചെന്ന് കഴിഞ്ഞാലും അവിടെ കല്ലേറിന് മാത്രം അർഹതപ്പെട്ട ആളാണ് ഈ ആരിഫ് ഹുസൈൻ എന്നവന്. ഇദ്ദേഹം ഇസ്രായേലിൽ പോയപ്പോൾ അദ്ദേഹം കരുതി എന്നെ ഇവർ പൂമാലയിട്ട് സ്വീകരിക്കുമെന്ന്. പക്ഷേ ഇസ്രായേലിലെ ആളുകളും അദ്ദേഹത്തെ ഓടിച്ചു വിട്ടു. ഇദ്ദേഹത്തിന് ഈ കേരളത്തിൽ മാത്രമേ ഈ സംഭവം നടക്കുകയുള്ളൂ, അല്ലാതെ വേറൊരു രാജ്യത്തും ഇദ്ദേഹത്തിന് ഒരാൾ പോലും ബഹുമാനിക്കുന്നില്ല. ഇന്ന് വളർന്നു വരികയാണ് ഇസ്ലാം. ലണ്ടനിൽ നിന്നും അമേരിക്കയിൽ നിന്നും സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നും ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ആളുകളൊക്കെ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് ഇന്ന് യഥാർത്ഥ ഇസ്ലാമിനെ മനസ്സിലാക്കിക്കൊണ്ടുവരികയാണ്. നമ്മുടെ നാട്ടിലെ യഥാർത്ഥ ഇസ്ലാമിന്റെ അവസ്ഥ എന്താണ്? ജാറപൂജകൾ നടത്തിക്കൊണ്ട് കല്ലിനെ ആരാധിച്ചുകൊണ്ട് യഥാർത്ഥ അള്ളാഹുവിൽ നിന്നും അകന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകള്. അതായത് യഥാർത്ഥ ഇസ്ലാം എന്ന് വാദിക്കുന്ന ഇസ്ലാം ഉണ്ടല്ലോ, അവർ ഇന്ന് യഥാർത്ഥത്തിൽ ദീനിൽ നിന്ന് പിഴച്ചു പോവുകയാണ്. ഇവരുടെ കൂടെയുള്ള അനുയായികളാണ് ഇന്ന് ഈ ഡാൻസ് ചെയ്യുന്ന നമ്മുടെ ഈ യുവതികള്. എല്ലാവരും ഈ പ്രസ്ഥാനത്തിന്റെ കീഴിലുള്ള യുവതികളാണ്. എന്തുകൊണ്ടോ നമ്മുടെ നാട്ടിൽ ഇന്ന് വേറൊരു പ്രസ്ഥാനമുണ്ട്, ജനങ്ങളെല്ലാം തീവ്രവാദികൾ എന്ന് വിളിച്ച് കളിയാക്കുന്ന പ്രസ്ഥാനം, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന പ്രസ്ഥാനം, അള്ളാഹുവിനെ മാത്രം വിളിക്കുന്ന പള്ളികളുള്ള പ്രസ്ഥാനം. ആളുകളുടെ എണ്ണത്തിൽ നോക്കുമ്പോൾ വളരെ തുച്ഛമേ അവരുണ്ടാകൂ. പക്ഷേ അവർ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു, അവർ ജനങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു. ഇവര് നബിദിനാഘോഷം പോലെയുള്ള ആഘോഷങ്ങൾ നടത്തിക്കൊണ്ട് ഇസ്ലാമിലില്ലാത്ത അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് എല്ലാവിധ ചെറ്റത്തരങ്ങളും കാണിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അതായത് നമ്മുടെ യുവാക്കൾ നിസ്കാരത്തിൽ എത്ര പിറകിലാണ്. അള്ളാഹു തആല നിർബന്ധമാക്കിയ നിസ്കാരമാണ്, അതായത് ഒരു മുസ്ലിമിന്റെയും കാഫിറിന്റെയും ഇടയിലുള്ളത് നിസ്കാരമാണെന്ന് പഠിപ്പിച്ച പ്രവാചകന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇന്ന് നമ്മുടെ നാട്ടിൽ മുസ്ലിം എവിടെയാണ്? അള്ളാഹു പഠിപ്പിച്ച രീതിയിൽ നോക്കുമ്പോൾ മുസ്ലിം എവിടെയാണ്? എന്റെ യുവാക്കളെ, നിങ്ങൾ തൗബ ചെയ്ത് മടങ്ങുക തന്നെ വേണം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജന്മദിനമാണെന്ന് കൊണ്ട് ആഘോഷിക്കുന്ന ഈ ജന്മദിനത്തിന് വേണ്ടി നിങ്ങൾ ഏതെങ്കിലും ഒരു വഖത്ത് നിസ്കാരം കളാക്കുന്നുണ്ടെങ്കിൽ, ഒരു ചെമ്പിറച്ചിയുടെ പേരിൽ നിങ്ങളുടെ ഒരു നേരത്തെ നിസ്കാരം കളാകുന്നുണ്ടെങ്കിൽ, ഇന്ന് നമ്മുടെ നാടുകളിൽ നടക്കുന്ന പരിപാടിക്ക് 1500 ആള് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പള്ളിയിൽ 40 പേര് തികയുന്നില്ല. സത്യമാണോ ഞാൻ ഈ പറയുന്നത്? നിങ്ങൾ നെഞ്ഞത്ത് കൈവച്ച് ചിന്തിക്കണം. ഈ 40 പേര് മാത്രം നിസ്കരിച്ചാൽ മതിയോ? ബാക്കിയുള്ളവരുടെ നിസ്കാരം മുടങ്ങാനുള്ള കാരണം നിങ്ങൾ നടത്തുന്ന ഈ നബിദിന പ്രോഗ്രാം അല്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മാല കെട്ടുവാനും കൊടി നാട്ടുവാനും കുഴികളെടുക്കാൻ വേണ്ടിയും നിസ്കാരം ഒഴിവാക്കുന്ന യുവാക്കളെ അല്ലേ? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? പള്ളിയിൽ ഇമാമായി നിസ്കരിക്കുന്ന സമയത്ത് ഇവിടെ നമ്മുടെ യുവാക്കൾ കൈകൾ കൊണ്ടും കമ്പിപ്പാര കൊണ്ടും കുഴികളെടുക്കുന്ന പണിയിലാണ്. അല്ലാഹു തആല നിർബന്ധമാക്കിയ നിസ്കാരം ഒഴിവാക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള ബിദ്അത്തുകളിലേക്ക് കൂടേറിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹം കാണിക്കേണ്ടത് ചന്തി കുലുക്കിക്കൊണ്ടല്ല എന്ന സത്യം നാം ഏവരും മനസ്സിലാക്കണം. കൊല്ലത്തിൽ 365 ദിവസവും അള്ളാഹുവിന്റെ പ്രവാചകനെ സ്നേഹിക്കണം. എങ്ങനെയാണ് അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹം കാണിക്കേണ്ടത്? അള്ളാഹിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന സുന്നത്തുകളും അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ഫർള് നിസ്കാരങ്ങളും മുറ പോലെ കറക്റ്റ് സമയത്ത് നമ്മൾ ചെയ്യണം എന്നാണ് അല്ലാഹു തആല നമ്മെ കൽപ്പിച്ചിട്ടുള്ളത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. ഞാൻ ഇന്ന് സംസാരിക്കുന്നത് അതായത് ഈ സുന്നി എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള എന്റെ യുവാക്കളോടാണ്. പല ആളുകളും ഇന്ന് മുജാഹിദിലേക്ക് മാറാൻ താല്പര്യം കാണിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അതായത് ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഇതിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് സത്യം മനസ്സിലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ കൊല്ലത്തിൽ കിട്ടുന്ന ഒരു ചെമ്പിറച്ചിയുടെ കാര്യം നോക്കിക്കൊണ്ട് മാത്രം നമ്മുടെ ദുനിയാവും ആഖിറവും കളയുന്ന ചെറുപ്പക്കാരിൽ നമ്മൾ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതായത് സത്യം അറിഞ്ഞുകൊണ്ടാണ് ഇന്ന് നമ്മുടെ യുവാക്കൾ ഇതെല്ലാം ആചരിക്കുന്നത്. അതായത് എന്താണ് സത്യം? നബിദിനം ഇസ്ലാമികമല്ല എന്ന് നമ്മുടെ പണ്ഡിതന്മാർ തന്നെ പറയുന്നുണ്ട്. എന്നിട്ടും നമ്മൾ ഇത് ആഘോഷിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു തെറ്റ് മാത്രമല്ല, തെറ്റ് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു തെറ്റ് കൂടിയാണ്. അതായത് ഇസ്ലാമിലെ അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബികൾ എങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിച്ചത്? നിങ്ങൾ ചിന്തിച്ചു നോക്കുക.
അള്ളാഹുവിന്റെ പ്രവാചകന്റെ നാവിൽ നിന്നും എന്തെങ്കിലും ഒന്ന് വീഴുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ അടർത്തു മാറ്റാൻ വേണ്ടി കാവൽ നിൽക്കുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അള്ളാഹുവിന്റെ പ്രവാചകനെ ഒരു പാമ്പ് കൊത്തരുത് എന്ന് പോലും ആഗ്രഹിച്ച ഒരു സുഹൃത്ത്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ശരീരത്തിൽ ഒരു മുള്ള തറക്കുന്നത് പോലും ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കാത്ത സഹാബിമാര്, അള്ളാഹുവിന്റെ പ്രവാചകനില്ലാത്ത മദീന എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കണ്ണും ചൂന്നെടുത്ത സഹാബിമാര്, അള്ളാഹുവിന്റെ പ്രവാചകൻ മദീനത്ത് നിന്നും വിട പറഞ്ഞു പോയപ്പോൾ ഇനി അള്ളാഹുവിന്റെ പ്രവാചകനില്ലാത്ത മദീന എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ സഹാബിമാര്, മക്കയിൽ നിന്നും മദീനയിൽ നിന്നും നാട് വിട്ടുപോയ സഹാബിമാര്, നമ്മുടെ ബാങ്ക് കൊടുക്കാൻ വളരെയധികം സൗണ്ട് അത്രയും നല്ല പിന്നെ ബിലാലിനെ പോലെയുള്ള ആളുകൾ അള്ളാഹുവിന്റെ പ്രവാചകൻ മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ വഫാത്തായ സമയത്ത് ഈ ബിലാലൊക്കെ നാടുവിടുകയാണ്. എത്രയോ പ്രവാചകൻ സഹാബിമാര് നാട് വിട്ടുപോയി. അള്ളാഹുവിന്റെ പ്രവാചകനില്ലാത്ത മദീന എനിക്ക് കാണണ്ട. ഇങ്ങനെയാണ് ഇസ്ലാമിന്റെ ചരിത്രം. ഇന്ന് നമ്മൾ ചെയ്യുന്നതോ അള്ളാഹുവിന്റെ പ്രവാചകൻ വഫാത്തായ ദിവസം നമ്മൾ ആഘോഷിക്കുകയാണ്. ഏതെല്ലാം രീതിയിലാണ് പ്രവാചകനെ കളിയാക്കേണ്ടത് എന്ന് പോലും അറിയില്ല. ചന്തി കുലുക്കിയിട്ടും ഊര കുലുക്കിയിട്ടും പട്ടാളക്കാരെ പോലെ നടന്നിട്ടും അമ്പലങ്ങൾക്ക് സെലോട്ടടിച്ചിട്ടും അങ്ങനെയുള്ള ജാറപൂജകൾ നടത്തിക്കൊണ്ടും ഇങ്ങനെയാണ് അള്ളാഹുവിന്റെ പ്രവാചകനെ ബഹുമാനിക്കുന്നത്. പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടി ശിർക്ക് ചെയ്യുന്നു. ഇന്ന് നമ്മുടെ നാടുകളിൽ വാഹന റാലി പോകുമ്പോൾ ആദ്യം പോകുന്നത് ജാറങ്ങളിലേക്കാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഹറാമാക്കിയ ശിർക്ക് ചെയ്തുകൊണ്ടാണ് വരുന്നത്. എന്റെ പ്രവാചകന്റെ പേരിൽ എന്റെ പ്രവാചകൻ മുടക്കിയ അതേ പരിപാടി ഇന്ന് കൂട്ടമായി പോയി ചെയ്യുന്നു. ഇന്ന് ചിന്തിച്ചു നോക്കെന്റെ മുസ്ലിമേ, എങ്ങനെയുള്ള കാലത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെ പഠിക്കാൻ എല്ലാ സാധ്യതകളും ഇല്ല ലോകമാണ് ഇന്ന്. ഇന്റർനെറ്റുകളുണ്ട്, എന്തെല്ലാം സൗകര്യമുണ്ട്. നമ്മുടെ വിരൽത്തുമ്പിലുള്ള ഇന്റർനെറ്റിൽ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി. നബിദിനം ഇസ്ലാമികമാണോ? ഏതെങ്കിലും സഹാബിമാർ ഇത് ചെയ്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സഹാബി ഒരു കാരക്കയുടെ പൊട്ടുപോലും ആർക്കെങ്കിലും അന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജനനദിവസം കൊടുത്തിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകാം. ഇന്ന് നമ്മൾ നമ്മുടെ കയ്യിലെ ക്യാഷ് മുടക്കിക്കൊണ്ട് നരകം ക്യാഷ് കൊടുത്തു വാങ്ങുകയാണ്. ഇതിനു വേണ്ടി ചെലവാക്കുന്ന ഓരോ അണുമണി പൈസയും 1 രൂപയാണെങ്കിൽ പോലും നാളെ കത്തിയാളുന്ന നരകത്തിയിലേക്കാണ് നമ്മെ കൊണ്ടുപോകുന്നത് എന്നറിയാതെ നബിദിനത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടുന്ന ഈ കോലാഹലങ്ങള്, ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ യുവതികളെ വഴിതെറ്റിക്കുന്നത്. അതായത് യുവാക്കളുടെ ചന്തികുലുക്കൽ കാണാൻ വേണ്ടി ഇന്ന് വേലിയേരികളിൽ പെണ്ണുങ്ങളുടെ തിരക്കാണ്. അതായത് പണ്ട് കുട്ടികളുടെ ദഫ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇന്ന് യുവാക്കള് കണ്ണട വെച്ചിട്ടും കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടും കളിക്കുന്ന ഡാൻസ് കാണാനാണ് പെണ്ണുങ്ങൾ വേലിയേരികൾ ചെല്ലുന്നത്. അല്ലാതെ അള്ളാഹുവിന്റെ പ്രവാചകനോടുള്ള സ്നേഹം കാണിക്കാനല്ല. പ്രവാചക സ്നേഹം കാണിക്കേണ്ടത് ഇസ്ലാമിലെ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടാണ്. ഇന്ന് നമ്മുടെ യുവതികളെല്ലാം വഴിതെറ്റാനുള്ള കാരണത്തിലെ 1-ാം നമ്പർ ഒരു വിധേയത്താണ് നബിദിനം. അതായത് ഇസ്ലാമിലില്ലാത്ത ആചാരങ്ങൾ കണ്ടുകൊണ്ടാണ് നമ്മുടെ യുവജനത വഴിതെറ്റിപ്പോകുന്നത്. ആരിഫ് ഹുസൈനെ പോലെയുള്ള ആളുകളുടെ വാക്കു കേട്ടുകൊണ്ട് ഇന്ന് നാം ഓണാഘോഷം നടത്താൻ പറ്റുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു പോവുകയാണ്. ഇസ്ലാമിൽ എന്തായാലും മറ്റുള്ള ഒരു മതത്തിന്റെ ആചാരം ഇസ്ലാം സപ്പോർട്ട് ചെയ്യുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകനും പറഞ്ഞത് മറ്റുള്ള മതക്കാർ ഒരു ഉടുമ്പിന്റെ മാളത്തിൽ കയറി ഒളിച്ചാൽ നിങ്ങൾ ഈ ഉടുമ്പിന്റെ മാളത്തിൽ കയറാൻ വേണ്ടി ശ്രമിക്കുമെന്നാണ്. ഇതിനേക്കാൾ മോശമായി കഴിഞ്ഞു ഇന്ന് നമ്മുടെ ദീനിന്റെ അവസ്ഥ. അതായത് ഈ പ്രസ്ഥാനം ഇസ്ലാമികമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് എല്ലാ കൊല്ലവും തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ പ്രാവശ്യം കണ്ട നബിദിനാഘോഷമല്ല അടുത്ത പ്രാവശ്യം നടക്കുക. അതിന്റെ അടുത്ത പ്രാവശ്യം അതിലും വേറെ മോഡലുകള്. ഇസ്ലാമിൽ എങ്ങനെയാണ് ഈ കൊല്ലം മോഡൽ മാറുന്ന ഒരു ഇബാദത്ത്? ഇങ്ങനെ ഒരു ഇബാദത്ത് അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? അപ്പോൾ ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അതായത് ഈ ലോകത്തിന്റെ 4 ദിക്കുകളിലേക്കും ഇസ്ലാമിന്റെ പ്രകാശം പടർന്ന് പന്തലിച്ചു. അതിനുശേഷം ഹിജറ 7-ാം നൂറ്റാണ്ടിൽ ബാഗ്ദാദിലേക്ക് ഹലാക്കു ഖാന്റെ നേതൃത്വത്തിൽ മംഗോളിയൻ പടകയറി വന്നു. ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളെ അവർ കൊന്നൊടുക്കി. ഇസ്ലാമിക വിജ്ഞാനകോശങ്ങളായ ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ അവർ ടൈഗ്രീസ് നദിയിലെറിഞ്ഞു. നദിയിലെ വെള്ളം മഷി കൊണ്ട് കറുത്തുപോയി. അന്ന് ലോകം വിചാരിച്ചു ഇനി ഇസ്ലാം തിരിച്ചു വരില്ല എന്ന്. എന്നാൽ ചരിത്രത്തിന്റെ അത്ഭുതം എന്താണെന്നറിയുമോ? ആ മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയ മംഗോളിയൻ വംശജർ തന്നെ പിന്നീട് ഇസ്ലാമിന്റെ യുക്തിഭദ്രത മനസ്സിലാക്കി ഈ ദീനിലേക്ക് കടന്നു വരുന്ന കാഴ്ചയാണ് നാം പിന്നീട് കണ്ടത്. ഇസ്ലാമിന്റെ കാവലാളായി മാറുകയും ചെയ്തു. ഇതാണ് ഇസ്ലാമിന്റെ കരുത്ത്. വാളുകൊണ്ടോ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ കൊണ്ടോ തോൽപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല ഈ ദീന്. ഇത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹ്
അള്ളാഹുവിന്റെ ദീനാണ്, അള്ളാഹു ആണ് ഈ ദീനിനെ കൊണ്ടുപോകുന്നത്. നിങ്ങൾ പരാജയപ്പെട്ടു എന്നല്ലാതെ ഇസ്ലാമിനൊന്നും സംഭവിക്കില്ല. 14 രാവിലെ ചന്ദ്രിക പോലെ ഇസ്ലാം ഉയർന്നു വരും. നിങ്ങൾ സൂക്ഷിച്ചു കണ്ടോളും. അതായത് ഇനി നടക്കാൻ പോകുന്നത് ഇസ്ലാമിന്റെ ഉയർച്ചയാണ്. അതായത് ഈ ലോകാവസാന സമയമെത്തുമ്പോൾ എല്ലാ മുസ്ലിങ്ങളും ഒരു ചെറിയ കാറ്റ്, യമനിൽ നിന്നും ചെറിയൊരു കാറ്റ് വന്നിട്ട് എല്ലാ മുസ്ലിമീങ്ങളെയും മരണപ്പെടുത്തും. അവസാനം ഈ ലോകാവസാനം നടക്കുന്ന സമയത്ത് അള്ളാഹു എന്നൊരു വാക്ക് ഉച്ചരിക്കാൻ കഴിയുന്ന ഒരാൾ പോലും ഈ ലോകത്തുണ്ടാവില്ല എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഒരു ജനതയുടെ മേലിലാണ് ലോകം അവസാനിക്കുക. ഇന്ന് നമ്മൾ എന്താണ് നടക്കുന്നത്? നമ്മുടെ നാടുകളിൽ അള്ളാഹുവിൽ നിന്നും ജനങ്ങളെ അകറ്റിക്കൊണ്ട് ഔലിയാക്കളിലേക്ക് കൊണ്ടുപോയി. ഇന്ന് CM മടവൂരാണ് പടച്ചോന്. 313 ബദരീങ്ങളെക്കാട്ടിൽ മുകളിലാണ് CM മടവൂരിന്റെ സ്ഥാനം. അള്ളാഹുവിൽ നിന്നും ജനങ്ങൾ അകന്നുകൊണ്ടിരിക്കുന്നു. ഇനി കുറച്ചു കാലം കഴിഞ്ഞാൽ നമ്മുടെ സഹോദര പ്രസ്ഥാനമായ ഹിന്ദുക്കളുടെ പോലെ തന്നെ അവർക്ക് അവരുടെ സ്വന്തം ഗ്രന്ഥങ്ങൾ ഏതാണെന്ന് പോലും അറിയാത്ത കാലഘട്ടമാണ് ഇന്ന്. ഹിന്ദുക്കളോട്, നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിച്ചു നോക്കുക, നിങ്ങളുടെ അടിസ്ഥാന ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ 80% ഹിന്ദുക്കൾക്കും പറയാൻ സാധിക്കില്ല. അവരെല്ലാം പറയും ഭഗവത്ഗീതയാണെന്ന്. ഹിന്ദുക്കളുടെ ഗ്രന്ഥം ഭഗവത്ഗീതയാണോ? അല്ല, വേദങ്ങളാണ് അവരുടെ ഗ്രന്ഥം. അതുപോലും അറിയാത്ത ജനതയാണ് ഇന്നത്തെ നമ്മുടെ നാട്ടിലെ നമ്മുടെ സുഹൃത്തുക്കളായ ഹിന്ദു സഹോദരങ്ങളെ. പക്ഷേ നമ്മുടെ ഇസ്ലാമിൽ ഇന്ന് ഖുർആൻ അറിയാത്തതായിട്ട് ആരുമില്ല. പക്ഷേ ഇന്നത്തെ ഈ പോക്ക്, കഴിഞ്ഞ ആഴ്ച ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഒരു പ്രസ്താവന നടത്തി. വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസും പഠിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് നോക്കിപ്പോയ പോലെ നിങ്ങൾ വഴിതെറ്റുമെന്ന് ഇസ്ലാമിന്റെ ഒരു പ്രസിഡന്റ്, സമസ്തയുടെ പ്രസിഡന്റാണ് പറഞ്ഞത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇന്നത്തെ ഈ ഇന്നത്തെ ഈ ആളുകൾ നമ്മെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? അതായത് അള്ളാഹുവിന്റെ ഖുർആൻ പഠിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ മാപ്പ് നോക്കിയ പോലെ നിങ്ങൾ ആകെ ചിന്തിച്ചു തരുമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇങ്ങനെയുള്ള ഈ ലോകത്തെ പണ്ഡിതന്മാരെ കുറിച്ചിട്ടാണ് അല്ലാഹു തആല സൂറത്ത് തൗബയിലെ 34-ാമത്തെ ആയത്ത് അവതരിപ്പിച്ചു തന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്ന കസീറൻ മിനൽ അഖ്ബാരി വറുഹബാനി യഅകുലൂന അംവാലൻ നാസ് ബിൽ ബാത്തിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. അതായത് വിശ്വസിച്ചവരെ, മതപണ്ഡിതന്മാരിലും പുരോഹിതന്മാരിലും ഏറെ പേരും നിങ്ങളുടെ ധനം അവിഹിതമായി ഭക്ഷിക്കുകയാണ്. അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും നിങ്ങളെ തടയുകയും സ്വർണവും വെള്ളിയും ഇന്നത്തെ ആറ്റക്കോയയുടെ പോലെ സ്വർണവും വെള്ളിയും കൂട്ടമായി വെക്കുകയും ഇസ്ലാമിൽ നിന്നും നിങ്ങളെ തെറ്റിക്കുകയും ചെയ്യുന്ന പണ്ഡിതന്മാർക്ക് നാളെ നരകത്തെ കുറിച്ചുള്ള സുവാർത്ത അറിയിക്കാനാണ് അല്ലാഹു തആല സൂറത്ത് തൗബയിൽ 34-ാമത്തെ ആയത്തിറക്കുന്നത്. ഇതാണ് ഇസ്ലാം, ഇതാണ് ഇസ്ലാമിന്റെ കരുത്ത്. വാളുകൊണ്ടോ സോഷ്യൽ മീഡിയ കൊണ്ടോ നമ്മൾ തകർക്കാൻ ആർക്കും കഴിയില്ല. അതുപോലെ എക്സ് മുസ്ലിങ്ങളുടെ പൊള്ളയായ വിമർശന ശൈലി എന്താണെന്നറിയുമോ? ഇനി ഇവരുടെ പ്രഭാഷണങ്ങളിലേക്ക് വരാം. എന്താണ് ഇവരുടെ രീതി? ഇവർ ഖുർആനിലെ ചില വരികളോ ഹദീസുകളോ എടുക്കും. അതിൽ നിന്ന് ഇവർ ഇറക്കപ്പെട്ട സന്ദർഭവും പശ്ചാത്തലവും, അതായത് ഇതിന്റെ ഷാനുൻ നുസൂൽ പൂർണ്ണമായി മറച്ചു വെച്ചുകൊണ്ട് എന്നിട്ട് സ്വന്തം യുക്തി ഉപയോഗിച്ച് അതിനെ വളച്ചൊടിച്ച് അവതരിപ്പിക്കുകയാണ് ഇവരുടെ ശൈലി. ഉദാഹരണത്തിന്, ഒരു രാജ്യത്തെ നിയമപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാകും ഒരാളെ തൂക്കിലേറ്റണം എന്ന്. ആ വരി മാത്രം ക്യാമറയ്ക്ക് മുന്നിൽ കാണിച്ചുകൊണ്ട്, കണ്ടോ ഈ രാജ്യം എത്ര ക്രൂരമാണ്, മനുഷ്യനെ കൊല്ലാൻ പറയുന്നു എന്ന് പ്രചരിപ്പിക്കുന്നത് പോലെയുള്ള വിവരക്കേടാണ് ഈ എക്സ് മുസ്ലിങ്ങൾ നടത്തുന്നത്. ആ വ്യക്തി ചെയ്ത കുറ്റകൃത്യവും അതിന്റെ നിയമ പശ്ചാത്തലവും ഇവർ പറയില്ല. ഇങ്ങനെ തന്നെയാണ് ഇന്ന് നമ്മുടെ നാടുകളിൽ ഈ ആരിഫ് ഹുസൈനെ പോലെയുള്ള ആളുകൾ പെരുകുന്നത്. പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കൊണ്ടും, ഈ ആരിഫ് ഹുസൈൻ മരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തോട് പോയി നിങ്ങൾക്ക് വിധിയുണ്ടെങ്കിൽ ചോദിച്ചു നോക്കുക. ആ മരണ സമയത്ത് അദ്ദേഹത്തോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ചോദിക്കേണ്ടതെന്നറിയുമോ? ആരിഫെ, നിനക്ക് അവസാനമായി ചെയ്യാൻ, അതായത് ഏറ്റവും സങ്കടമുള്ള ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിനക്ക് സങ്കടമുള്ളത് എന്ത് കാര്യത്തിനാണെന്നൊന്ന് പോയി ചോദിച്ചു നോക്കുക. ആ മരണശൈലിയിൽ കിടക്കുന്ന ആ ആരിഫ് ഹുസൈൻ പറയും, എനിക്ക് ചെയ്തു പോയ കുറ്റങ്ങൾ ആലോചിച്ചിട്ടാണ് ഏറ്റവും വലിയ സങ്കടം എന്ന് പറയും. ഏത് ദുർവ്യക്തികളും മരണപ്പെട്ടാൻ കിടക്കുമ്പോഴും ഇങ്ങനെ തന്നെയാണ് പറയുക. അതായത് അള്ളാഹു ഖുർആനിലൂടെ സൂറത്തു ആൽ ഇംറാനിലെ 7-ാമത്തെ ആയത്തിലൂടെ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ് ഇവർ പ്രകടിപ്പിക്കുന്ന സ്വഭാവമാണ്. മനസ്സുകളിൽ വക്രതയുള്ളവർ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി വേദഗ്രന്ഥത്തിലെ വചനങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യും. ഇവർക്ക് യഥാർത്ഥ ഇസ്ലാമിക വിജ്ഞാനീയങ്ങളായ തഫ്സീറോ ഹദീസ് ശാസ്ത്രമോ അറിയില്ല. അറബി വ്യാഖ്യാന നിയമങ്ങൾ പോലും കൃത്യമായി അറിയാത്തവരാണ് യൂട്യൂബിൽ ഇരുന്ന് ഖുർആനെ തിരുത്താൻ വരുന്നത്. ഇവരുടെ ലക്ഷ്യം സത്യം കണ്ടെത്തലല്ല,
മറിച്ച് തങ്ങളുടെ വ്യക്തിപരമായ അരാജകത്വ ജീവിതത്തിന് മതം ഒരു തടസ്സമാകുമ്പോൾ അതിനെ മറികടക്കാൻ ഒരു ലേബൽ ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. ഇന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഇന്നത്തെ എക്സ് മുസ്ലിമിലേക്ക് എത്താനുള്ള വഴി നിങ്ങൾ അവരൊന്ന് പരിശോധിച്ചു നോക്കുക. അതായത് ആരിഫ് ഹുസൈനിന്റെ ജീവിതം, ജബ്ബാറിന്റെ ജീവിതം, അതുപോലെ തന്നെ ഇന്നുള്ള എക്സ് മുസ്ലിമുകളുടെ ജീവിത ശൈലി നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അവർ അതായത് നിസ്കാരങ്ങളിൽ നിന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും അകന്നു പോയിക്കൊണ്ട് അവരുടെ മനസ്സിൽ തന്നെ അവരുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക് ആയിട്ട് അള്ളാഹുവിനോട്, അതായത് നമുക്ക് രാവിലെ സുബീക്ക് നീച്ചാൻ എല്ലാവർക്കും ഒരു മടി ഉണ്ടാവും. അപ്പൊ ഈ മടി ഇങ്ങനെ കുറെ കാലം നിസ്കരിക്കാതെ വരുമ്പോ നമ്മളെ ഹൃദയം കറുത്തു പോവും. അതായത് ആദ്യം ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളിയാ വീഴുക. പിന്നീട് നമ്മൾ നിസ്കരിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ പുള്ളികൾ ഇങ്ങനെ വർദ്ധിച്ച് നമ്മളെ ഹൃദയം എന്താവും, കറുത്തിരുണ്ട് പോവും. ഈ ഹൃദയം കറുത്തു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അള്ളാഹിനെ കണ്ടെത്താൻ കഴിയൂല. അപ്പൊ പിന്നെ എന്തേ പറ്റുള്ളൂ, ഈ അള്ളാഹുവിനെ വെറുക്കുക. അതായത് ഈ പടച്ചോനല്ലേ ഞങ്ങളോട് നിസ്കരിച്ചാൻ പറഞ്ഞത്, ഈ സുബിക്ക് സുഖമായി കടന്നുറങ്ങണ നേരത്ത് ഈ അള്ളാഹിനെ കൊണ്ട് അങ്ങനെ അള്ളാഹിനെ വെറുക്കാൻ തുടങ്ങും. അങ്ങനെ അള്ളാഹിനോട് വെറുത്തിട്ട് പിന്നെ നാട്ടുകാരെ വെറുക്കും, ജനങ്ങളെ വെറുക്കും, എല്ലാരെയും വെറുത്ത് അവസാനം എന്ത് ചെയ്യും, ഇസ്ലാമെന്ന് മെല്ലാണ് പുറത്തിയാടും. അല്ലെങ്കിൽ ഇസ്ലാമിന്റെ ലേബിൾ വെച്ചുകൊണ്ട് എന്ത് ചെയ്യും, ജനങ്ങളെ വഴിതെറ്റിക്കാൻ വേണ്ടി നടക്കും. അതാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പറയുന്നത് നമ്മളെ മുസ്ലിം സ്ത്രീകളോടാണ്. ചെറിയ ചെറിയ കുട്ടികൾ ഇന്ന് ലിഫ്റ്റിക് ഇടലൊക്കെ ഇപ്പൊ ഹറാമാണെന്ന് അറിയാത്ത കുട്ടികളപ്പോ. അതായത് ഈ ലിഫ്റ്റിക് ഇടാൻ ആരങ്ങളോട് പറഞ്ഞ്, സ്വന്തം ഭർത്താവിന്റെ മുമ്പിൽ നിങ്ങൾക്ക് ലിഫ്റ്റിക് അല്ല അതിന്റെ അപ്പുറടാ. പക്ഷെ നിങ്ങൾക്ക് പുറത്തു പോകുമ്പോൾ നിങ്ങൾ സ്പ്രേ അടിക്കാനോ ഇതൊന്നും ഇസ്ലാം അംഗീകരിച്ചു തരുന്നില്ല. ഇതിന് നിങ്ങൾ എത്ര കുറ്റം പറഞ്ഞിട്ടും പൊങ്കാലട വന്നിട്ടും കാര്യമില്ല. ഇപ്പൊ ഈ ഓണാഘോഷത്തിനെ കുറിച്ച് പറയുമ്പോൾ പല ആൾക്കാർക്ക് ഒരു ക്രിമികടുണ്ട്. അതായത് മുസ്ലിങ്ങൾ ഓണാഘോഷം, മുസ്ലിങ്ങളിൽ അതില്ല തന്നെയാണ്. അതായത് മുസ്ലിങ്ങൾക്ക് മറ്റുള്ളവരെ ആചാരം പറ്റൂല, ആചാരത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല, പൂക്കളിടാൻ വേണ്ടി പറ്റൂല. ഇതൊക്കെ മറ്റുള്ളവരുടെ ആചാരമാണ്. നമ്മൾ പെരുന്നാളിന് പോത്ത് ഇറക്കുമ്പോ തൊലി കീച്ചാൻ ഓല് വരുന്നുണ്ടോ, മറ്റു മതക്കാര് വരുന്നുണ്ടോ? എല്ലാവർക്കും അവരുടേതായ മതമുണ്ട്. അവർക്ക് അവരുടെ മതം, നമുക്ക് നമ്മുടെ മതം. എന്നിട്ട് ഈ മതത്തിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലോ, ജനങ്ങൾക്ക് ഒരു ഉപദേശം കൊടുത്തു കഴിഞ്ഞാൽ ഓൻ തീവ്രവാദി. ഇത് പറയുന്നവരുടെ പേര് നിങ്ങളൊന്ന് എടുത്തു നോക്കിക്കോളൂ. ഇവരുടെ പേരിൽ ഒരു പോലീസ് കേസ് പോലും ഉണ്ടാവില്ല. എന്ത്, ഈ ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന ഈ പാവപ്പെട്ട ആളുകളുണ്ടല്ലോ, ഇപ്പൊ എന്റെ പേരിൽ ഇന്ന് അവരൊരു പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടി ഒന്നല്ല. ഇവര് നിസ്സാര കാര്യങ്ങൾക്ക് ഒരു ഉറുമ്പനെ പോലും ചവിട്ടിട്ട് കൊല്ലാൻ മടിയുള്ള ആൾക്കാരാണ്. പക്ഷെ എന്നിട്ട് നമ്മളാരായിരിക്കും ഈ ലോകത്തെ ഏറ്റവും വലിയ തീവ്രവാദികള്? എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? അപ്പൊ പൊന്നാര സുഹൃത്തുക്കൾ, നിങ്ങളെ വഴിതെറ്റിക്കുകയാണ്. നിങ്ങളെ ജീവിതം, നിങ്ങളെ ലൈഫ് ഇവര് ദുനിയാവും ആഹവും ഇല്ലാതാക്കുകയാണ്. അതായത് കുറെ ആഡംബരം നടത്തിയിട്ടും കുറെ എൻജോയ് ചെയ്തിട്ടും കാര്യമില്ല. ജീവിതം ഒന്നല്ലേ ഉള്ളൂ. അടിച്ചു പൊളിച്ചാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തൊട്ടപ്പുറത്തെ വീട്ടിലെ ആൾക്കാർക്ക് ഇതേപോലെ അടിച്ചു പൊളിച്ചാൻ പറ്റിക്കോളുന്നില്ല. ഒരു നാട്ടിൽ എത്ര മരണങ്ങൾ ഒരു ദിവസം നടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ല. നമ്മളിങ്ങനെ ആനന്ദിക്കുമ്പോൾ മറ്റുള്ളവർ ആനന്ദിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണ്ടേ? അപ്പൊ ഒരിക്കലും ഈ ദുനിയാവ് എന്ന് പറഞ്ഞത്, ഇപ്പൊ നമ്മളെ ഹിറ്റ്ലറെ ചരിത്രം എടുത്ത് നോക്കാം. 60 ലക്ഷം ആളുകളാണ് ഹിറ്റ്ലർ കൊന്നത്. അതായത് ഈ 60 ലക്ഷം ഹിറ്റ്ലറെ കൊന്ന ഹിറ്റ്ലർ ആകെ ഒരു പ്രാവശ്യം മരിച്ചിട്ടുള്ളൂ. അപ്പൊ ഈ ബാക്കിയുള്ള 59,999 ആൾക്കാർക്ക് ആരാണ് നീതി കൊടുക്കുക? ഇത്രയും പാവപ്പെട്ട ജനങ്ങൾ മരിച്ചു പോയില്ലേ? ഇവരെ കൊന്നതിന് എന്ത് ശിക്ഷയാണ് ഹിറ്റ്ലർക്ക് കിട്ടുക? അവിടെയാണ് അള്ളാന്റെ പ്രസക്തി. പൊന്നാര സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെയൊക്കെ മക്കളൊക്കെ, പല ആളുകളുടെയും മക്കള് പല കൊലപാതകങ്ങളിലും ഇടപെട്ട് മരിച്ചുപോയ ആളുകൾ ഉണ്ടാവും. ഒരുപാട് ആളുകൾ ഇപ്പൊ ഇത് കേൾക്കുന്ന ആൾക്കാരുടെ മക്കളൊക്കെ പലതരത്തിലുള്ള പീഡനങ്ങൾക്കിരയായി മരിച്ച പെൺകുട്ടികളുടെ വാപ്പന്മാരിത് കേൾക്കുന്നുണ്ടാവും. അല്ലെ? ഇവർക്കൊക്കെ നീതി വേണ്ടേ? നമ്മുടെ നാട്ടിൽ ഈ നീതി കിട്ടുമോ? നീതി ഒരിക്കലും ഇവിടെ കിട്ടൂല. അപ്പൊ ആ നീതി കിട്ടണമെങ്കിൽ അതിനൊരു ഉടമസ്ഥന് വേണ്ടേ? ഇപ്പൊ 60 ലക്ഷം ആളെ കൊന്ന ഹിറ്റ്ലർ സ്വയം വെടിവെച്ചിട്ടാണ് മൂപ്പര് മരിച്ചത്. അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? മൂപ്പര് എന്തിനായിരുന്നു 60 ലക്ഷം ആളെ കൊന്നത്? മൂപ്പർക്ക് ഏകാധിപതിയായി ജീവിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നിങ്ങളിപ്പോ എല്ലാവരും കൊന്നു, ഒരു നാട്ടിൽ എല്ലാവരും കൊന്നിട്ട് എനിക്ക് മാത്രം സുഖമായിട്ട് ജീവിക്കാൻ ഈ നാട്ടിൽ നടക്കുമോ? ഇന്ന് ഈ നാട്ടിൽ നമുക്ക് ജീവിച്ചാന് മറ്റുള്ളവരെ കാണാനാണ് ആകെ ആൾക്കാർ ജീവിച്ചെന്നെ ചെയ്യുന്നത്. നമ്മളെ പെരിയും വീടൊക്കെ മറ്റുള്ളവർ കാണുന്നില്ല നീയത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ചെയ്യുന്നത്. അപ്പൊ ഈ ആരും ഇല്ലാത്തൊരവസ്ഥ വന്നാലോ? അപ്പൊ ഒരിക്കലും ഇതൊന്നും ഒരു ഇതല്ല, ഒരു സൂട്ടബിൾ അല്ല നമ്മളെ ജീവിതത്തില്. എല്ലാ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ ഒരു മനുഷ്യൻ അനുഭവിക്കേണ്ടി വരും. അതാണ് ജീവിതം. കാരണം ഈ അനുഭവിക്കുന്നതിന് നാളെ നമുക്ക് അള്ളാഹുവിന്റെ ഒരിക്കലും അവസാനിക്കാത്തൊരു ലോകം വരാനുണ്ട്. അതാ പറഞ്ഞ് മരണശേഷമാണ് നമ്മളെ ജീവിതം തുടങ്ങുന്നത്. ഇവിടെ കുറെ മേക്കപ്പ് ഇട്ട് നടന്നിട്ടും ലിപ്സ്റ്റിക് ഇട്ട് നടന്നിട്ടും ഒരു കാര്യവും കിട്ടാൻ പോണില്ല. എന്നോട് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് കമന്റിലൂടെ, അനക്ക് പെൺകുട്ടികൾ ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ഇങ്ങനെയാണ്. എനിക്ക് 3 പെൺകുട്ടികളുണ്ട്, നിങ്ങൾക്കറിയോ? പക്ഷെ നമ്മൾ പറഞ്ഞു കൊടുക്കണം, നമുക്ക് പറ്റുന്ന പോലെ നമുക്ക് പറഞ്ഞു കൊടുക്കണം. ഒരാളിങ്ങോട്ട് ഇപ്പൊ അബൂ താലിബ് മരിക്കുന്ന സമയത്ത് അള്ളാഹിന്റെ റസൂൽ അള്ളാഹിനോട് പ്രാർത്ഥിക്കാണ്, എന്റെ മൂത്താപ്പാക്ക് അള്ളാഹ് പുറത്തു കൊടുക്കണേന്ന്. അള്ളാഹ് പറയണെന്താ? ഇജ്ജ് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഞാൻ ആർക്കും പുറത്തു കൊടുക്കൂല. അതായത് അവനാന് സ്വയം നന്നാകാൻ നോക്കണം.
അബൂലാബ് നരകത്തില്, അബൂതാലിബ് നരകത്തില്. എന്താണ് കാരണം? അവരൊക്കെ ചെയ്ത തെറ്റെന്താണൊക്കെ ആലോചിച്ച് നോക്കിയോക്കാണ്. ഈ തെറ്റാണെന്ന് നമ്മളെ നാട്ടിലെ ആൾക്കാർ വളരെ സുലഭമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തൗഹീദ് എന്താണ് എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് പഠിക്കണം. ഈ എക്സ് മുസ്ലിങ്ങൾ പലപ്പോഴും ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് മുസ്ലിം സമുദായത്തിൽ കടന്നുകൂടിയ ചില അനാചാരങ്ങളെയാണ്. അതായത് ഖബറുകളിൽ പോയി പ്രാർത്ഥിക്കുന്നതും ആൾ ദൈവങ്ങളെ ആരാധിക്കുന്നതും മന്ത്രവാദവും ഒക്കെ ചൂണ്ടിക്കാണിച്ചാണ് ഇവർ ഇസ്ലാമിന് യുക്തിയില്ല എന്ന് പറയുന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് ഇസ്ലാമിൽ നിന്നും ആളുകൾ പോകാനുള്ള കാരണം ഈ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടെന്ന് പറയുന്ന ഈ പ്രസ്ഥാനം കാരണമാണ്. അതായത് ഇവർ ഓരോ കള്ളക്കറാമത്തുകൾ അടിച്ചെടുത്തിയത് കാരണം ഇസ്ലാമിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയ്ക്കാണ് ഇന്നത്തെ ജനങ്ങൾ പോണ്. ഇവർക്ക് നാട്ടുകാരെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇവര് മുജാഹിദക്ക് പോകും, അല്ലാത്തൊരു നിരീശ്വരവാദത്തിലേക്ക് പോകും. കാരണം ഇവര് പറയുന്ന കള്ളക്കറാമത്തുകളൊക്കെ പാടെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ മതം വിടല്ലാതെ വേറെ മാർഗമല്ല. ഇങ്ങനെയാണ് ഈ ആളുകൾ തെറ്റിപ്പോണ്. ഇന്ന് വരെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ നബിദിനാഘോഷം കണ്ടിട്ട് മുസ്ലിമായ ഒരാളെവിടെ? ഈ നബിദിനാഘോഷം കണ്ടത് കൊണ്ടാണ് ഞാൻ മുസ്ലിം ആയത് എന്ന് പറയുന്ന ഒരാളെ നിങ്ങൾക്ക് കാട്ടിത്തരാൻ പറ്റുമോ? നിങ്ങൾ മുജാഹിദീങ്ങളെ കാര്യം നിർത്തി നോക്കുകയാണെങ്കിൽ ഈ മുജാഹിദീങ്ങളെ സ്വഭാവം കണ്ടിട്ടും അവരുടെ നിസ്കാരം കണ്ടിട്ടും അവരുടെ യഥാർത്ഥ ഇസ്ലാമിക രീതി കണ്ടിട്ടും എത്ര ആളുകളാണ് ഒരു ദിവസം മുജാഹിദിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്? ഇന്ന് ലോകത്ത് ഇസ്ലാം മതം സ്വീകരിക്കുന്ന ആളുകളൊക്കെ സമസ്തയ്ക്കല്ല പോണത്, ഒക്കെ മുജാഹിദിക്കാ വരുന്നത്. എന്താ കാരണം? ഇന്ന് ലോകം അമേരിക്ക, ദക്ഷിണാഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആളുകൾ എന്താണ്? മുജാഹിദിക്ക വരുന്നത്, ആരും സമസ്തയ്ക്കല്ല വരുന്നത്. എന്താ കാരണം? ഇവര് അള്ളാഹുവിനെ വിളിക്കുന്ന, അതായത് അള്ളാഹു അല്ലാത്തവരെ വിളിക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ എന്തൊക്കെ വരുന്നത്? മുസ്ലിം ആകാൻ വേണ്ടി തീരുമാനിക്കുന്നത്. എന്നിട്ട് മുസ്ലിമിക്ക് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ തന്നെ പിന്നെ എങ്ങനെ വലുതൊക്കെ വരുമോ? ഇപ്പൊ പണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ മലപ്പുറത്ത് ഒരാള് മുസ്ലിമായി. അയാൾ മുസ്ലിം ആകാനുള്ള കാരണം എന്താണ്? അതിന്റെ നാട്ടിൽ ഈ കല്ലിനോടും ബിംബത്തിനോടൊക്കെയാണ് ആരാധിക്കല്. അങ്ങനെ എന്ത് ചെയ്തു? ഇവരെ കൊണ്ടുപോയിട്ട് മുസ്ലിം ആക്കാൻ വേണ്ടിയിട്ട് പൊന്നാനിയിൽ കൊണ്ടുപോയി തൊപ്പിടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി. ഒരു മൂല്യരാണ്, ഇന്ന് അയാൾ ജീവിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ ഇയാളെ പൊന്നാനി കൊണ്ടുപോയിട്ട് തൊപ്പിട്ടിട്ട് അവിടുന്ന് വരുമ്പോ കണ്ടുകൊള്ളു ഈ പൊന്നാനിയിലെ പള്ളിക്ക് തന്നെ ഇങ്ങനെ ഒരു ജാറത്തിന്റെ ഫോട്ടോ. എന്നിട്ട് അവിടെ ഇങ്ങനെ ഈ ജാറത്തിങ്ങി നോക്കിയിട്ട് ആൾക്കാർ പ്രാർത്ഥിക്കുക. അപ്പൊ അത് കണ്ടപ്പോ ഇയാൾ തോന്നി, ഞാൻ ഇപ്പൊ ഏത് മതത്തിന്നാ വന്നത്? ഇപ്പൊ ഞാൻ ഏതൊക്കാ വന്നത്? ഇങ്ങനെ ആയിട്ട് ആൾക്കാരെന്ത് ചെയ്തു? പിന്നെ ഇയാളെ ജനങ്ങള് ഇയാളെ കളിയാക്കാൻ ഇതിനൊക്കെ തുടങ്ങി. അങ്ങനെ ഇയാള് ഇനി ഞാൻ എന്ത് ചെയ്യും? അതായത് മറ്റേ മതത്തിൽ നിന്ന് പോരുകയും ചെയ്തു, ഇതിൽ വന്ന് പെടുകയും ചെയ്തു. ഇവിടെ നോക്കുമ്പോ ഞങ്ങളെക്കാട്ടിൽ വലിയ കല്ലാരാധനയാണ് ഇവിടെ ഉള്ള ആളുകൾ എന്ന് മനസ്സിലായപ്പോ ഇയാൾ ആകെ അടിപതറി. ഇനി എന്താണ് ഇയാൾക്ക് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇയാൾ ഒരു ദിവസം ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു മുജാഹിദ് വ്യക്തിയെ കാണുകയാണ്. അപ്പൊ ഇയാളോട് ഇയാൾ സംസാരിക്കുകയാണ് ഇയാളെ കാര്യമൊക്കെ. ഞാനിപ്പോ ഹിന്ദുന്ന് ഇതൊക്കെ മാറിയത് ഇവരിങ്ങനെ ബിംബങ്ങളൊക്കെ ആരാധിക്കണ കണ്ടപ്പോ എനിക്ക് തോന്നി, ഏകനായ റബ്ബ് ഉണ്ടാവുമ്പോ എന്തിനാണ് നമ്മൾ ഓരോ നാട്ടിലെ ഓരോ കല്ലിനോടും വസ്തുവിനോടും പോയി ആരാധിക്കണേ? ഇതുകൊണ്ടാണ് ഞാൻ മതം മാറിയത് എന്ന് പറഞ്ഞപ്പോ ഇവര് പറഞ്ഞു കൊടുത്തു. അതിന് ആരാ പറഞ്ഞ ഇസ്ലാമിൽ ഇങ്ങനെയുള്ള ജാറപൂജകളൊക്കെ ഉണ്ട് എന്ന് ആരങ്ങളോട് പറഞ്ഞു? അപ്പൊ ഇയാളെ കണ്ടപ്പോ ഇയാൾക്കൊരു സമാധാനം തോന്നി. അങ്ങനെ അയാളിന്ന് മുസ്ലിങ്ങളിൽ നമ്പർ 1 ഒരു വ്യക്തിയായിട്ട് ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ട്. അത് നിങ്ങൾക്കറിയോ? ഇങ്ങനെയുള്ള എത്രങ്ങാനും ആൾക്കാര്. കാരണം ഇവരെ കള്ളക്കറാമത് കോയിന്റെ മുള്ളോട് കൂവെന്ന് ചൊന്നാനെ കൂശാടെ കൂക്കി പറപ്പിച്ചു വിട്ടോവര്. 40 വട്ടം ജനാപത്തുണ്ടായപ്പോൾ 40 വട്ടം ഒരു നാൾ കുളിച്ചോവർന്ന് മൊഹീദ്ദീൻ ശൈഖിനെ കുറിച്ചിട്ട് പാടാണ് ഇവര്. അതുപോലെ വല്യ നിലത്തിനും എന്നെ വിളിപ്പോർക്ക് വായിക്കൂടാതെ ഉത്തരം നൽകും ഞാൻ എന്നോവർന്ന്. അതായത് അള്ളാഹു പോലും നമ്മോട് പറഞ്ഞിട്ടില്ല എന്ത്? വല്ല നിലത്തുനിന്ന് വിളിച്ചു കഴിഞ്ഞാൽ വായ കൂടുന്നതിനും ഉത്തരം തരുന്ന അള്ളാഹു പോലും നമ്മോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവരാ ഔലിയാക്കൾ എങ്ങനെ? ഏത് നിലത്ത് പോയി വിളിച്ചു കഴിഞ്ഞാലും വായ കൂടുന്നതിനും ഉത്തരം തരുന്ന പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ കള്ളപ്രചാരങ്ങൾ കണ്ടിട്ടാണ് ഇന്ന് സമസ്തിന്ന് ആളുകൾ കൊഴിഞ്ഞു പോണത്. ഇപ്പൊ ഉദാഹരണം, ഞാൻ സമസ്തിന്ന് മാറാനുള്ള കാരണം നബിദിനാഘോഷം കണ്ടിട്ടാണ്. കാരണം എന്റെ നാടുകളിൽ 10ഉം 12ഉം 13ഉം പാട്ട് ഒറ്റക്ക് പാടിയുന്ന ഒരു വ്യക്തിയാണ് ഞാന്. അതായത് നബിദിനാഘോഷം വരുമ്പോ 10 പാട്ട് 15 പാട്ടൊക്കെ ഞാൻ ഒരുമിച്ച് പാടുന്ന ആളാണ്. അതായത് അത്രത്തോളം ഇതൊക്കെ ആഘോഷിക്കുന്ന ഒരാളാണ്. പക്ഷെ എനിക്കിങ്ങനെ ബുദ്ധി വെച്ച് തുടങ്ങുമ്പോൾ നമുക്ക് മനസ്സിലായി അടുത്ത കൊല്ലം വരുമ്പോ ആഘോഷങ്ങൾ ഒന്നും കൂടി കൂടും. പിന്നെ അടുത്ത കൊല്ലം വരുമ്പോ ഒന്നും കൂടി ആഘോഷങ്ങൾ യുവാക്കളൊക്കെ പാടെ ദഫിന് വരാൻ തുടങ്ങി. പിന്നെ അതിന്റെ അടുത്ത കൊല്ലം വന്നപ്പോത്തിന് വൃദ്ധന്മാര് 40 വയസ്സുള്ള ആളുകൾ വരെത്തി. പിന്നെ അടുത്ത കൊല്ലം വന്നപ്പോ 80 വയസ്സുള്ള തന്തമാര് കളിച്ചാൻ തുടങ്ങി. ഇനി 100 വയസ്സായ കസേരകൾ ഉണ്ടാവുമോ എന്നുള്ളത് ഞാൻ അറിയില്ല. അതായത് വീൽ ചെയറിലുള്ള ദഫ് ഉണ്ടാവുമോ എന്ന് ചിലപ്പോ തുടങ്ങിയിട്ടുണ്ടാവും, തുടങ്ങാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത കൊല്ലം മുതൽ പെണ്ണുങ്ങൾ റാലി നടത്തും, പിന്നെ പെണ്ണുങ്ങൾ ഡാൻസ് ചെയ്യാൻ തുടങ്ങും, തുണിയില്ലാതെ നടക്കാൻ തുടങ്ങും. ഇതൊക്കെ ഇനി വരാനുള്ള കാര്യങ്ങളാണ്. അതിന്റെ മുമ്പ് എന്തുകൊണ്ട് എനിക്ക് ഇത് വിട്ടൂടാ എന്നുള്ളൊരു ചർച്ച എനിക്ക് തോന്നി, എന്റെ മനസ്സിൽ ഒരു ഇത് തോന്നി. ഞാൻ നേരെ മുജാഹിദീങ്ങളെ പള്ളിക്ക് പോയി പറഞ്ഞു, നാളെ മുതൽ സുബഹിക്ക് ഞാനും ഉണ്ടാവും, നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോ ചോദിച്ചു. അങ്ങനെയാണ് ഞാന്. അപ്പോ
സമസ്തയുടെ നബിദിനം കണ്ടിട്ട് പിന്നെ എത്രങ്ങാനും ആൾക്കാരാണ് ഇസ്ലാം വിട്ടത് അല്ലെ? ഇവരെ വിചാരത്തിൽ നമ്മൾ മതം വിട്ടുവല്ലേ? അല്ലെ? നിങ്ങൾ ചിന്തിച്ചു നോക്കണ്ടേ? ഇവരെ നബിദിനം കണ്ടതിന്റെ പേരിൽ ഇന്ന് എന്റെ പിന്നെ കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാല് ഒരു 800-900 ആളുകളെ കമന്റ് എന്തായിരിക്കും? ഞാനും സമസ്തക്കാരനായിരുന്നു, ഇപ്പോൾ ഞാൻ നബിദിനം കണ്ടതിന് ശേഷം ഞാന് ഇസ്ലാമിലേക്ക് യഥാർത്ഥ ദീനിലേക്ക് വന്നു, അതുപോലെ നേർച്ച കണ്ടത് കാരണം യഥാർത്ഥ ദീനിലേക്ക് വന്നു. ഇങ്ങനെയുള്ള എത്രയോ ആളുകളാണ് ഇന്ന് എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. പല ആളുകൾ എനിക്ക് വിളിക്കുന്നുണ്ട്. പിന്നെ കുടുംബ ബന്ധം തകരാണ്, ഇവര് കാരണം കുടുംബ ബന്ധം തകരാണ്. നമ്മളെ തുഫൈൽ ഇബ്നു അംറിന്റെ ഒരു കഥ കേട്ടുക്കോ നമ്മള്. അതായത് 2 ചവിട്ടിലും പഞ്ഞി തിരികെ വെച്ച സഹാബിയായിരുന്നു തുഫൈൽ ഇബ്നു അംർ. അതായത് യമനിൽ നിന്നും വന്ന ഒരു പാട്ടുകാരനായിരുന്നു, നല്ലൊരു കവിയായിരുന്നു. ഇദ്ദേഹം യമനിൽ നിന്നും വരുമ്പോ ഇദ്ദേഹത്തിനോട് പിന്നെ മദീനയിലെ ആളുകൾ പറഞ്ഞിരുന്നു, ഇവിടെ മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിയുണ്ട്, ഇദ്ദേഹം കുടുംബങ്ങളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദൈവത്തിനൊക്കെ ആളുകളിൽ നിന്നും അകറ്റിക്കൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു? ജനങ്ങളെ ഇസ്ലാമിൽ നിന്നും പുറത്താക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ ഇങ്ങനെ ന്യൂസ് അടിച്ച് ഇറക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ കണ്ടപ്പോ ഇയാൾക്ക് വേണ്ടി വലിയൊരു വിരുന്ന് നടത്തുകയാണ്. ആ നാട്ടിലും മദീനക്കാരൊക്കെ പാടെ കൂടിയിട്ട് ഈ തുഫൈൽ ഇബ്നു അംറിന് വേണ്ടി ഒരു വലിയ വിരുന്ന് ഉണ്ടാക്കുകയാണ്. ഈ സമയത്ത് തുഫൈൽ ഇബ്നു അംറിനോട് ആളുകൾ പറയാണ്, ഈ മുഹമ്മദിന്റെ മുമ്പിലൊന്നും പോയി പെട്ടു പോകരുതിട്ടോന്ന്. ഈ മുഹമ്മദിന്റെ മുമ്പിൽ പെട്ട് കഴിഞ്ഞാൽ അയാളെ ഖുർആനോത്ത് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോ ഇജ്ജും എന്താകും? മുസ്ലിമായി പോകുന്നു ഇയാൾക്ക് പറഞ്ഞു കൊടുക്കണേ. അങ്ങനെ തുഫൈൽ ഇബ്നു അംർ കാതിൽ 2 കാതുകളിലും പഞ്ഞി തിരികെ വെച്ചുകൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുക്കിലേക്ക് പോയത്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വെറുതെ ഒരു തമാശ എന്ന രൂപേണ ആളുകളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഞാൻ ഈ ചെവിയിലെ പഞ്ഞൊന്ന് മാറ്റി വെക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഈ ചെവിയിലെ പഞ്ഞി മാറ്റി കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ നിസ്കരിക്കുകയായിരുന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഖുർആൻ പാരായണം കേട്ടപ്പോൾ തുഫൈൽ ഇബ്നു അംറിന്റെ മനസ്സ് മാനസാന്തരപ്പെടുകയാണ്. ഇദ്ദേഹം അള്ളാഹുവിന്റെ പ്രവാചകനെ വിളിച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കുകയാണ്. ഇദ്ദേഹത്തിന് പിന്നെ അവിടെ നിൽക്കാൻ സാധിച്ചില്ല. ഇന്ന് എന്റെ അവസ്ഥ, അതായത് സമസ്തയിൽ നിന്നും പുറത്തു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ട്. ആ സുഖം നമ്മളെ നാട്ടുകാർക്ക് പറഞ്ഞാൽ മനസ്സിലാകൂല. കാരണം നമ്മൾ വലിയൊരു ഷിർക്കിന്റെ കേന്ദ്രത്തിൽ നിന്നും പുറത്തു ചാടുമ്പോൾ ഒരു സുഖം, ഈ നാട്ടുകാർ മുഴുവൻ നമ്മളെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാലും എനിക്ക് ഈ ദീന് മതി എന്ന് നമ്മൾ മനസ്സിൽ, നമ്മുടെ ഉമ്മ ഉപ്പ ആര് നമ്മളെ എതിർത്ത് കഴിഞ്ഞാലും നമുക്ക് ഈ ഇസ്ലാം മതി. കാരണം ഒരു രൂപ ചെലവില്ലാത്ത, അള്ളാഹു പഠിപ്പിക്കാത്ത, ഒരു നൂലാമാലകളും ഇല്ലാത്ത ഒരു നല്ല യഥാർത്ഥ ഇസ്ലാമിക ഇതാണ് ഇവര് നമ്മളെ മുന്നോട്ട് വെക്കുന്നത്. കാരണം അള്ളാഹു അല്ലാത്തവനോട് വിളിച്ചിട്ടൊരു ആരാധനയില്ല, ഈ ആവശ്യമില്ലാത്ത ദിക്റുകളില്ല, ആവശ്യമില്ലാത്ത സലാത്തുകളില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന സലാത്ത്, അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചു തന്ന അതേ എണ്ണത്തിലും അതേ വണ്ണത്തിലും ചെല്ലുന്ന സ്വലാത്തുകള്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ അതേ മാതൃകയിൽ ജീവിക്കുന്ന ആളുകളെ, ഇങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമ്മൾ എന്റെ മക്കളെ പോലെ ഞാൻ ഈ നാട്ടിലെ മദ്രസയിൽ നിന്നും മാറ്റി. എന്താണ് കാരണം? ഇവിടെ ഇനി പഠിച്ചു കഴിഞ്ഞാൽ എന്റെ കുട്ടികൾ നബിദിനാഘോഷത്തിൽ പങ്കെടുക്കേണ്ടി വരും, ആ ചോറ് തിന്നേണ്ടി വരും. ഹറാമായ ചോറാണ് എന്ന് ഇവർക്ക് അറിയുന്നില്ല. ഈ പാവങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നില്ല. ഇവര് പറയുന്ന ഒരു ഹദീസ് ഉണ്ട്. എന്താണ് ഇവര് പറയാന്നറിയോ? അതായത് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനവും ഖൈറാണ്, മമാതകും ഖൈറാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണവും ഖൈറാണ് എന്ന്. ഈ നബിയുടെ മരണത്തിന്റെ അന്നുണ്ടായ കോലാഹലങ്ങളാണ് ഞങ്ങളോ ആദ്യം പറഞ്ഞത്. അള്ളാഹുവിന്റെ പ്രവാചകനില്ല മദീന എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണ് ചൂന്നെടുത്തു പോയി കരഞ്ഞു പൊട്ടിക്കരഞ്ഞു പോയ ഉമർ ഇബ്നുൽ ഖത്താബ് കുഞ്ഞിക്കുട്ടികളെ പോലെ നിലവിളിച്ച് കരയുക, പിന്നെ അബൂബക്കർ സിദ്ദീഖ് ആശ്വസിപ്പിക്കുക, ഉമറെ കരയല്ലേ, അള്ളാഹുവിന്റെ പ്രവാചകൻ മരണപ്പെട്ടിരിക്കുന്നു. ഇല്ല, എന്റെ പ്രവാചകൻ മരണപ്പെട്ടില്ല, എന്റെ പ്രവാചകന് മരണപ്പെടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്, ആരാണ് എന്റെ പ്രവാചകൻ മരണപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് വാള് വീശിയ ഉമർ റളിയല്ലാഹുവിന്റെ സ്നേഹം നിങ്ങൾക്കറിയില്ല. എന്നിട്ട് ഈ ഉസ്താദുമാരുടെ വാക്ക് കേട്ടുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മരണ ദിവസം ആനന്ദിക്കുന്ന ആളുകളോടാണ് പറയുന്നത്, ഈ ചോറ് നിങ്ങളുടെ മരണച്ചോറാണ്, നിങ്ങളുടെ കൊലച്ചോറാണ്, നിങ്ങളുടെ തലച്ചോറ് നാളെ നരകത്തിലിട്ട് കരിപ്പിക്കുന്ന ദിവസം വരാനുണ്ട്. നിങ്ങൾ ഈ ഭക്ഷണം കഴിക്കുന്നതിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകൻ ബാത്റൂമിൽ പോകുമ്പോൾ ചെല്ലേണ്ട ദിക്റ്, ഭക്ഷണം കഴിക്കുമ്പോൾ ചെല്ലേണ്ട ദിക്റ്, ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞാൽ ചെല്ലേണ്ട ദിക്റ്, ചെരുപ്പ് ധരിക്കുമ്പോൾ ചെല്ലേണ്ട ദിക്റ്, ചെരുപ്പ് ഊരുമ്പോൾ ധരിക്കേണ്ടത്, വീട്ടിൽ നിന്നും പുറത്ത്
പുറത്തിറങ്ങുമ്പോൾ, വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ, പള്ളിയിൽ പോകുമ്പോൾ, പള്ളിയിൽ നിന്നും മടങ്ങി വരുമ്പോൾ, ഇങ്ങനെയുള്ള എല്ലാ ദിക്റുകളും പഠിപ്പിച്ചു തന്ന പ്രവാചകൻ എന്തുകൊണ്ട് നബിദിനം പഠിപ്പിച്ചില്ല? എന്തുകൊണ്ട് തന്റെ ബർത്ത്ഡേ പഠിപ്പിച്ചില്ല? അള്ളാഹുവിന്റെ പ്രവാചകന്റെ ബർത്ത്ഡേക്ക് ഒരു കാരക്കയുടെ പൊട്ട് പോലും അള്ളാഹുവിന്റെ പ്രവാചകൻ മദീനയിലെ ഒരു വീട്ടുകാർക്ക് പോലും കൊടുത്തയച്ചിട്ട് പോലുമില്ല. ഇതായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകനും സഹാബത്തും. ഖൈറുന്നാസ് ഖർനി സുമ്മല്ലദീന യലൂനകും സുമ്മല്ലദീന യലൂനകും. അതായത് ഈ ജനങ്ങളിൽ ഏറ്റവും ഉത്തമമായ ജനത എന്റെ ജനതയാണെന്ന് പ്രവാചകൻ. പിന്നീട് സുമ്മല്ലദീന യലൂനകും, അതായത് പിന്നെ അള്ളാഹുവിന്റെ സഹാബിമാര്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സഹാബിമാര്, സുമ്മല്ലദീന യലൂനകും, പിന്നെ അതിനുശേഷം വന്നവര്. ഇങ്ങനെയുള്ള ഉത്തമ 3 തലമുറ അള്ളാഹുവിന്റെ പ്രവാചകന്റെ ജനനം ആഘോഷിച്ചിട്ടില്ല, മരണവും ആഘോഷിച്ചിട്ടില്ല. പിന്നീട് അതിനുശേഷം വന്ന എത്രയോ പണ്ഡിതന്മാർ ആഘോഷിച്ചിട്ടില്ല. ഇമാം ഷാഫി ആഘോഷിച്ചിട്ടില്ല, മാലികി, ഹംബലി, ഹനഫി ഇവരാരും ആഘോഷിച്ചിട്ടില്ല. പിന്നീട് എവിടെ നിന്നാണ് ഈ നബിദിനം വന്നത് എന്നറിയുമോ? മുസഫിർ രാജാവ് കൊണ്ടുവന്നതാണ്. ഈ മുസഫിർ രാജാവ് കൊണ്ടുവന്ന നബിദിനാഘോഷം മലക്കുൽ മുസഫിർ ധീരനായ ഒരു രാജന, ഹർബൽ ഭരിച്ചവനാം വലിയൊരു പണക്കാരനാണ് പറയുന്നത്. അതായത് ഹർബൽ രാജ്യം ഒന്നാകെ ഭരിച്ച ഈ ഇദ്ദേഹമാണ് നബിദിനാഘോഷം ആദ്യമായി കൊണ്ടുവന്നത്. അദ്ദേഹം പാടുന്ന പാട്ടിൽ കാണാം, കാട പൊരിച്ചതുണ്ട് 10,000, കോഴി പൊരിച്ചതുമുണ്ട് 10,000 എന്നൊക്കെ പറഞ്ഞ് പാടുന്നുണ്ട്. പക്ഷേ വെളിച്ചെണ്ണ കണ്ടുപിടിച്ചിട്ട് 149 വർഷമേ ആയിട്ടുള്ളൂ. എങ്ങനെയാണിത് പൊരിച്ചതെന്ന് നമുക്കറിയില്ല, അത് വേറെ കാര്യം. ചിക്കനൊക്കെ തിന്നാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലായിട്ടേന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയും. പിന്നെ ഹെർബൽ രാജാവ് എങ്ങനെയാണ് ചിക്കൻ പൊരിച്ചത് എന്നുള്ളത് അത് വേറെ കഥ. അപ്പൊ ഇതൊക്കെ പിന്നെ പഴങ്കഥയിൽ ചോദ്യമില്ല എന്ന് പറയുന്നത് കൊണ്ട്, പറയുന്നത് കള്ളമാണെന്ന് പറയുന്നവർക്ക് അറിയുന്നത് കൊണ്ട്, പിന്നെ ഇതില് പഴങ്കഥയിൽ ചോദ്യമല്ല. അവര് പറയുന്നത് കണ്ണും പൂട്ടി വിശ്വസിക്കുക, അടിമകളായി ജീവിക്കുക, മറ്റുള്ളവരുടെ അടിമകളായി ജീവിക്കുക. അതായത് അല്ലാഹു തആല സൂറത്ത് തൗബയിലെ 31-ാമത്തെ ആയത്തിൽ പറയുന്നു. നേരത്തെ ഞാൻ പറഞ്ഞത് 34-ാമത്തെ ആയത്താണ്. 31-ാമത്തെ ആയത്തിലൂടെ പറയുന്നു, മതപണ്ഡിതന്മാരെ ദൈവമാക്കി കണ്ട ആളുകളുടെ അവസ്ഥയെക്കുറിച്ച് അല്ലാഹു പറയുന്നുണ്ട്. അതായത് ഇന്ന് നമ്മളെ പണ്ഡിതന്മാരെ ദൈവമായിട്ടല്ലേ കാണുന്നത്? ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കാറിൽ നിന്നും ഇറങ്ങുമ്പോൾ ഒരു കടലാസ് സ്വയം കുനിഞ്ഞെടുക്കുന്നു. ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ മൊബൈല്, സാധാ ഒരു മൊബൈല്, ജഫ്രിക്കോയ തങ്ങൾ വന്നിറങ്ങിയ കാറ്, ഇങ്ങനെ ആളുകൾ കാന്തപുരം ഉസ്താദിന്റെ മഹത്വം, ഇങ്ങനെ ഉസ്താദിനെ ദൈവത്തിന്റെ കാട്ടിലും മുകളിലാണ് ഇന്നത്തെ ഈ യുവാക്കള് കൊണ്ടാടുന്നത്. അതാണ് അള്ളാഹു സൂചന നൽകുന്നത് നമുക്ക്. അതായത് മതപണ്ഡിതന്മാരെ ദൈവമായി കാണരുത്. ഇന്ന് നമ്മൾ കാണുന്നത് നമ്മുടെ പണ്ഡിതന്മാരെ ദൈവമായി കാണുകയാണ്. അതായത് കേരളത്തിലെ ആദ്യം വന്ന വാക്ക് താങ്കൾ എന്ന വാക്കായിരുന്നു. ഈ താങ്കൾ എന്ന വാക്കിൽ നിന്നാണ് ഈ തങ്ങൾ എന്ന വാക്ക് ഉടലെടുക്കുന്നത്. അല്ലാതെ നിങ്ങൾ ചോദിച്ചു നോക്കുക, വിശുദ്ധ ഖുർആനിലോ ഇസ്ലാമിക രാജ്യത്തോ അറബി രാജ്യത്തോ തങ്ങൾ എന്നൊരു വാക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ നിങ്ങൾക്ക്? ഈ തങ്ങൾ എന്നൊരു വാക്ക് ഖുർആനിലില്ല, ആ നാട്ടിലില്ല. അറബി നാടുകളിൽ തങ്ങൾ എന്നൊരു വാക്കേ ഇല്ല. മനസ്സിലായോ? പിന്നെ എവിടെ നിന്നാണ് തങ്ങൾ വന്നത്? നമ്മൾ പറയലോ, വലിയ ബഹുമാനക്കല്ല ആൾക്കാരെ കാണുമ്പോ താങ്കൾ പറഞ്ഞത് ശരിയാണെന്ന് പറയില്ലേ? ഈ താങ്കള് ഈ സമസ്തക്കാര് കൂടി തങ്ങളാക്കി. അങ്ങനെ ഈ തങ്ങൾ എന്ന് പറഞ്ഞ ഒരു മഹത്വപ്പെട്ട വാക്കായിട്ട് ഇവരാണ് കരുതി. അതായത് അന്നത്തെ ഈ ബുദ്ധിയില്ലാത്ത കാലഘട്ടത്തെ, അതായത് ഒരു വാഹനം പോലും കണ്ടുപിടിക്കാത്ത കാലഘട്ടത്തില് നമ്മുടെ ഉമ്മമാർക്കൊന്നും ഖുർആൻ ഓതാൻ അറിയില്ല. നമ്മളെ ഉമ്മമാര് ആ നാട്ടിലെ അന്നത്തെ എല്ലാ മൗലവിമാരോട് പോയിട്ട് ചോദിക്കും, അല്ല ഉസ്താദേ ഖുർആൻ ഓതാൻ അറിയില്ല, ഞാൻ എന്താ കാട്ടുക? അപ്പൊ ഉസ്താദ് പറഞ്ഞു കൊടുക്കും, അതിന് വല്യമ്മ നിങ്ങൾ എന്തിനാ പേടിച്ചത്, നിങ്ങൾ സലാത്തൽ ചൊല്ലിക്കോളി എന്ന് പറയും. അങ്ങനെ അന്നത്തെ വല്യമ്മമാര് നിസ്കാരത്തിന് സലാത്താ ചൊല്ലിയെന്ന്, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചൊല്ലിയിട്ട് നിസ്കരിച്ചിരുന്ന കാലഘട്ടം. അതായത് ഉസ്താദുമാർ പറഞ്ഞത് കണ്ണും പൂട്ടി വിശ്വസിച്ചിരുന്ന കാലഘട്ടം. അവിടുന്ന് തുടങ്ങിയതാണ് ഉസ്താദുമാർക്കുള്ള ചെലവ് കൊടുക്കുന്ന പരിപാടി. നമ്മളെ നാട്ടിൽ മൗലവിമാർക്ക് ചെലവ് കൊടുക്കിയത് എവിടുന്നാണ്? അന്നത്തെ ഈ വല്യമ്മമാര് ഇവർക്ക് കൊടുക്കുന്ന അറിവിന്റെ ഒരു നന്ദി എന്നുള്ളതില് ഇവർക്ക് ഇങ്ങനെ എന്ത് ചെയ്യും, അന്ന് ഭക്ഷണം കൊടുക്കും. ചിലപ്പോ കോന്തലം വന്നൊരു 100 ഉറുപ്പിക ഒരു 10 ഉറുപ്പിക കൊടുക്കും. അന്നത്തെ കാലത്ത് 5, 2, 3 ഉറുപ്പിക ഉണ്ടാവുക അന്നത്തെ കാലത്ത്. ഇതിങ്ങനെ കോന്തലം വന്ന് ഊരി കൊടുക്കും. ഇവർക്കിത് വലിയ തൃപ്തിയാവും. ഇങ്ങനെയുള്ള ബുദ്ധിയില്ലാത്ത പാവപ്പെട്ട നമ്മുടെ വല്യമ്മമാരെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു ഈ സമൂഹം. ഇന്ന് ഒരു 50 വയസ്സ് കഴിഞ്ഞ ആളുകളോട് നമ്മള് ഈ മുജാഹിദിനെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കൊന്നും തിരിയില്ല. അതായത് അവര് ഇനി മരിക്കണോളം ഈ കല്ലിനെയും മുള്ളിനെയും ആരാധിച്ചുകൊണ്ട് അങ്ങനെ മരിച്ചു പോകും. മനസ്സിലായോ?
അപ്പോ യഥാർത്ഥ അള്ളാഹുവിനെ അറിയാൻ ഇന്ന് നമ്മുടെ നാട്ടിൽ ആളില്ല, അന്ധവിശ്വാസങ്ങളിൽ പോവുകയാണ്. ഇന്ന് ആറ്റക്കോയുടെ അടുക്കലേക്കാണ് കേരളത്തിന്റെ കാസർഗോഡ് മുതൽ ഈ പാലക്കാട് വരെയുള്ള ആളുകൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം, അദ്ദേഹത്തിന് ഒരു പനി വരുമ്പോ അദ്ദേഹം മൗലാനിയിലാ പോണെന്ന് അയാൾ തന്നെ പറഞ്ഞു അല്ലെ. അദ്ദേഹത്തിന്റെ സൗണ്ട് അറിഞ്ഞപ്പോ അയാൾ മൗലാനി പോയിട്ടാണ് കാണിച്ചു കൊടുത്തത്. ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്തേക്കാണ് നമ്മൾ വലിയ വലിയ ക്യാൻസർ ഒക്കെ പറയാൻ വേണ്ടി വരുന്നത്. എന്നാ ഞാൻ വെല്ലുവിളിക്കാണ് ഇയാളെ. നമ്മുടെ അടുത്ത പ്രദേശമായ മൗലാന ഹോസ്പിറ്റല് ഏകദേശം കൊടക്കാട് നിന്നും 20 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ. ഈ മൗലാന ഹോസ്പിറ്റലിൽ പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന ആയിരക്കണക്കിന് രോഗികളുണ്ട് ഈ മൗലാനയിലും അൽഷിഫയിലും EMS-ലൊക്കെ ആയിട്ട്. അതുപോലെ മാലാറമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ രോഗികളുടെ സംസ്ഥാന സമ്മേളനമാണ്. എന്നാ ഇയാൾക്ക് ഒരു ദിവസം വണ്ടി എടുത്തിട്ട് അവിടെ പോയിട്ടൊന്നാണ് ഊതിക്കൂടെ? മൊത്തത്തിലൊരു വള്ളെടുത്തിട്ട് കിണറ്റിക്കള ഊരിയാ പോരെ? ആ മാലാറമ്പിലെ കിണറ്റിൽ പോയിട്ട് ഒരൊറ്റ ഊത്ത്, ഇനി കോലിക്കിണറാച്ച കോലിക്കിണറിൽ പോയിട്ട് ഒരൊറ്റ ഊത്ത് സലാത്തുൽ ഫാത്തിഹ ചൊല്ലിയിട്ട് അത് ചെയ്താ പോരെ? എന്നാ ആ ഹോസ്പിറ്റലിലൊരൊക്കെ രോഗം മാറൂലേ? അപ്പൊ ഇത്രയും വിഡ്ഢികളായ പെണ്ണുങ്ങള്, അന്ധവും ബുദ്ധിയുമില്ലാത്ത പെണ്ണുങ്ങളെ, സ്വന്തം ഭർത്താവ് അയച്ചു കൊടുക്കുന്ന പൈസ മുഴുവൻ കൊടക്കാട്ടേക്ക് ഒഴുക്കുന്ന പെണ്ണുങ്ങളെ നിങ്ങളോടാ പറയണത്. ഇയാൾക്ക് ഈ പൈസ എന്താ ചെയ്യാന്നറിയാഞ്ഞിട്ടാണ് ഇയാൾ എന്ത് ചെയ്യണത്? ഈ പൈസ കുറച്ചായി നിർത്തിട്ട് ജനങ്ങൾക്ക് കൊടുക്കുകയാണ്. അതായത് കട്ടെടുത്ത പൈസന്ന് നാട്ടുകാർക്ക് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇത് ഹറാമായ പണമാണ്. ഇത് വാങ്ങണോനും കുടുങ്ങും, ഇത് ചെലവാക്കണോനും കുടുങ്ങും, ഇതിന്റെ പരിപാടി നടത്തുന്ന ആൾക്കാരൊക്കെ കുടുങ്ങും. ഇനി സമസ്തക്ക് പങ്കില്ലാന്ന്, ആറ്റക്കോയുടെ വിഷയത്തിൽ സമസ്തക്ക് പങ്കില്ലാന്ന്. എങ്ങനെയാണ് സമസ്തക്ക് പങ്കില്ലാതിരിക്കണേ? ആറ്റക്കോയുടെ വലത്തുഭാഗത്തിരിക്കുന്നതും ഇടത്തുഭാഗത്തിരിക്കുന്നതും ഒക്കെ സമസ്ത മൂല്യന്മാരാണ്. ഓല മദ്രസിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരാണ് അയാളെ മുമ്പിലും ബേക്കിലും പിന്നെ എല്ലായിടത്തും ഇരിക്കണേ. 4 ശൈത്താന്മാരിരിക്കണതാണ് നേരെ മുമ്പിലും പിന്നിലും. ഇവരൊക്കെ അവരെ മദ്രസിൽ പഠിപ്പിക്കുന്ന ആൾക്കാരാണ്. ഈ കുട്ടികൾക്ക് ഇവര് പറഞ്ഞു കൊടുക്കണ്ടാവില്ലേ? ഇത് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആറ്റക്കോയ കാരണം പെരുക്ക് പൈസ ഇട്ടുമല്ലോ ഇല്ലേ? ഇവരെ മാതാപിതാക്കളോടൊക്കെ ഇവര് പറഞ്ഞു കൊടുക്കണ്ടാവൂലേ? ഇങ്ങനെയുള്ള പണ്ഡിതന്മാർ അധംപതിക്കുമെന്നാണ് അള്ളാഹു താല പറഞ്ഞത്. അന്ധവിശ്വാസങ്ങളെ അനുകൂലിക്കുന്നില്ല നമ്മളാരും. ശുദ്ധമായ തൗഹീദ് മനുഷ്യനെ എല്ലാത്തരം സൃഷ്ടിപൂജകളിൽ നിന്നും മോചിപ്പിച്ച് പ്രപഞ്ചനാഥനായ അള്ളാഹുവിലേക്ക് മാത്രം അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. യുക്തിവാദികൾ വിമർശിക്കുന്ന പല പുത്തനാചാരങ്ങളാണ് ഈ ബിദ്അത്തുകളെ. യഥാർത്ഥ ഇസ്ലാം പൂർണ്ണമായും യുക്തിഭദ്രവും ശാസ്ത്രീയവുമാണ്. ഇതൊക്കെ അറിയണമെങ്കിൽ ഇന്നത്തെ കാലത്ത് നമുക്ക് ഇന്റർനെറ്റിന്റെ ഒന്ന് അടിച്ചു നോക്ക്. അതുപോലെ പ്രപഞ്ചത്തിലെ അതിസങ്കീർണമായ വ്യവസ്ഥതയും കാര്യകാരണ ബന്ധങ്ങളും നോക്കിയാൽ ഒരു സൃഷ്ടാവിനല്ലാതെ ഇത് സ്വയം ഉണ്ടാവുക അസാധ്യമാണെന്ന് ആധുനിക ശാസ്ത്രം തന്നെ സമ്മതിക്കുന്നുണ്ട്. ഖുർആൻ അന്ധമായി വിശ്വസിക്കാനല്ല, ചിന്തിക്കാനാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്. എന്താണ് വിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് പറയുന്നത്? സൂറത്തുൽ മുഹമ്മദിലെ 24-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു ചോദിക്കുകയാണ്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. അവൻ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അത് അള്ളാഹു അല്ലാതെ മറ്റാരുടെയെങ്കിലും പക്കൽ നിന്നുള്ളതായിരുന്നെങ്കിൽ അതിൽ അവർ ധാരാളം വൈരുദ്ധ്യങ്ങൾ കണ്ടെത്തുമായിരുന്നു. സൂറത്തുൽ നിസായിലെ 82-ാമത്തെ ആയത്താണ് ഇപ്പോൾ പാരായണം ചെയ്തത്. ഇനി സൂറത്തുൽ മുഹമ്മദിലെ 24-ാമത്തെ ആയത്തിലും അള്ളാഹു ഇതേ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, നിങ്ങൾ എന്താണ് ഖുർആൻ ആയത്തിൽ മനസ്സിലാക്കാത്തത് എന്ന്. ഇന്ന് ഒരു ഫാത്തിഹയുടെ അർത്ഥം പോലും അറിയാത്ത മനുഷ്യന്മാരുള്ള നാട്. അതായത് നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ശംസുൽ ഉലമയെ ഓർക്കാൻ വേണ്ടി പഠിപ്പിക്കുന്ന നാട്. ഇങ്ങനെയുള്ള നാട്ടിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഇസ്ലാം എന്താണെന്നറിയാതെ, ഖുർആൻ എന്താണെന്നറിയാതെ, ഏത് സത്യമാണ് ഏതാണ് സത്യമെന്നറിയാതെ ഇന്ന് ജനങ്ങൾ കണ്ട ജാറങ്ങളിലൂടെ പോയിക്കൊണ്ട്, ഏർവാടിയിൽ പോയി ചെങ്ങനയിൽ ബന്ധസ്ഥനായിക്കൊണ്ട് 2001 ആഗസ്റ്റ് 6-ാം തീയതി നമ്മളെല്ലാവരും വന്ന് പത്രത്തിലെ വാർത്ത കണ്ട് ഞെട്ടിയിട്ടാണ് ഉണർന്നത്. എന്തായിരുന്നു ആ വാർത്ത? ഏർവാടിയിൽ 28 പേര് ചെങ്ങനയിൽ കടന്നുകൊണ്ട് വെന്തുരുകി മരിച്ചത് ഇവരുണ്ടാക്കിയ ഈ പൊട്ടൻ നിയമങ്ങളും ഈ അന്ധവിശ്വാസങ്ങളും കാരണമല്ലേ? ഇന്ന് സലാത്ത് ചൊല്ലിയിട്ട് ഭ്രാന്താവുന്ന ജനത, ഖുർആൻ ഓതിയിട്ട് മറിയുന്ന ജനത. അങ്ങനെ മറിയുകയാണെങ്കിൽ അബൂബക്കർ സിദ്ദീഖ് മറിഞ്ഞില്ല, ഉമർ റളിയല്ലാഹു അൻഹു മറിഞ്ഞില്ല, ഉസ്മാൻ ഇബ്നു ഖത്താബ് മറിഞ്ഞില്ല, അലി റളിയല്ലാഹു അൻഹു മറിഞ്ഞില്ല. ഇതെല്ലാം ഓതിക്കൊടുത്ത പ്രവാചകനും ഭ്രാന്തായില്ല. പിന്നെ എങ്ങനെയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആളുകൾക്ക് ഖുർആൻ ഓതിയിട്ട് മറിയുന്നത്? പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് ജാറ ബിസിനസ് നടത്താൻ വേണ്ടി, പള്ളി പരിപാലനത്തിന് പണം സമ്പാദിക്കാൻ വേണ്ടി, പട്ടിയുടെയും പൂച്ചയുടെയും മൃതശരീരങ്ങൾ
നിങ്ങൾ കൊണ്ടുവന്ന് കുഴിച്ചിട്ട് കൊണ്ട് അവരുടെ ജാറമാണെന്ന് പറയുന്നവരെ, നിങ്ങൾക്ക് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. അള്ളാഹുവിനോട് തന്നെ കണക്ക് പറയേണ്ടി വരും. നാളെ ഔലിയാക്കളെ വിളിച്ചുകൊണ്ട് അള്ളാഹു തആല നാളെ മഹ്ശറിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് ഇവരെ അറിയുമോ? ഔലിയാക്കളോട് അള്ളാഹു ചോദിക്കുകയാണ്, നീ പറഞ്ഞിട്ടാണോ ഇവർ നിന്നെ വിളിച്ചു പ്രാർത്ഥിച്ചത്? അവിടെ ഔലിയാക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ അറിഞ്ഞിട്ടില്ല റബ്ബേ, ഞാൻ അറിഞ്ഞിട്ടില്ല റബ്ബേ. കാരണം ഇന്ന് നിങ്ങൾക്ക് ചിന്തിച്ചു നോക്കിയാൽ അറിയാം, സൂറത്ത് യാസീന് പാരായണം ചെയ്യാത്തതായിട്ടുള്ള ഒരു വീട് ഇന്ന് നമ്മുടെ നാടുകളിൽ ഉണ്ടാവില്ല. എന്താണ് സൂറത്ത് യാസീനിലൂടെ അല്ലാഹു തആല പറയുന്നത്? നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ? അതായത് മരണപ്പെട്ടവർക്ക് ഒരിക്കലും കേൾക്കാൻ സാധിക്കില്ല. കാരണം നമ്മളെല്ലാം നാളെ ഖബറിൽ നിന്നും ഖിയാമത്ത് നാളിന്റെ സന്ദർഭത്തിൽ നമ്മളെല്ലാം ഖബറിൽ നിന്നും എണീക്കുന്ന ഒരു രംഗം വരാനുണ്ട്. അന്ന് ഖബറിൽ നിന്നും നാം എണീക്കുന്ന സമയത്ത് നാം എല്ലാവരും പറയുന്നൊരു വാക്കുണ്ട്, ഖാലൂ യാ വൈലനാ മൻ ബഅസനാ മിൻ മർഖദിനാ ഹാദാ മാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ. എന്താണ് സുഹൃത്തുക്കളെ ഇതിന്റെ അർത്ഥം? ഖാലൂ യാ വൈലനാ, ഞങ്ങളുടെ നാശമേ, ഞങ്ങൾ ഇവിടെ ഉറങ്ങിക്കിടക്കുകയായിരുന്നല്ലോ. എന്റെ പുന്നാര സമസ്തയുടെ ഉമ്മമാരെ ഒന്ന് ചിന്തിച്ചു നോക്കുക. നിങ്ങൾ പറയുന്ന വാക്കാണ്, നാം ഓരോരുത്തരും നാളെ ഖബറിൽ നിന്നും പറയുന്ന വാക്കാണ്. ഖാലൂ യാ വൈലനാ, ഞങ്ങളുടെ നാശമേ, ഞങ്ങൾ ഇവിടെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ആരാണ് ഞങ്ങളെ വിളിച്ച് എണീപ്പിച്ചത്? ഇത് തന്നെയാണ് എല്ലാവരും നാളെ ഖബറിൽ നിന്നും എണീക്കുമ്പോൾ പറയുന്ന രംഗം. ആ ആളുകളെ വിളിച്ചിട്ടാണ് ഇവര് പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെ നമ്മൾ വിളിച്ചതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇവര് ആ എണീക്കുന്ന സമയത്ത് ഇങ്ങനെ ചോദിക്കുവോ? എന്താണ് നിങ്ങൾ, എന്തെല്ലാം മണ്ടത്തരങ്ങളാണ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്നത്? ഈ പ്രസ്ഥാനം നിങ്ങൾ നയിക്കുന്നത് നരകത്തിന്റെ മാരകമായ ആഴങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത്. അതായത് ശിർക്ക് ചെയ്യുന്നവന്റെ സ്ഥാനം നരകത്തിന്റെ അടിത്തട്ടിലാണ്, നരകത്തിന്റെ ഏറ്റവും അടിയിലായിരിക്കും നിങ്ങളുടെ സ്ഥാനം. അവിടെ നിന്നും ഒരിക്കലും അല്ലാഹു തആല നിങ്ങളെ കരകയറ്റുകയില്ല. ഇന്ന് നിങ്ങൾ ശിർക്ക് ചെയ്യുന്നില്ല എന്ന് വാദിക്കുകയാണെങ്കിൽ സാക്ഷാൽ അബൂജഹൽ പോലും ശിർക്ക് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരും. കാരണം അബൂജഹൽ പ്രാർത്ഥിച്ചത് വെറും 3 ആളെ വിളിച്ചിട്ടായിരുന്നു. അതായത് അതായത് അബൂജഹൽ വിളിച്ചത് ലാത്ത, ഉസ്സ, മനാത്ത. ഈ അബൂജഹൽ വിളിച്ച് പ്രാർത്ഥിച്ചത് ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും വിളിച്ച് പ്രാർത്ഥിച്ചവരായിരുന്നു. ഇന്ന് നമ്മുടെ സമസ്തക്കാര് പ്രാർത്ഥിക്കുന്നത് 313 ബദരീങ്ങളെയും പിന്നെ നാടുകളിൽ കിടക്കുന്ന ജാറങ്ങളിലും പോയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. എന്തായിരിക്കും നാളെ അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ സ്ഥാനമെന്ന് ബുദ്ധിയുള്ള ഉമ്മമാരെ സ്വയം ചിന്തിച്ചു നോക്കുക. അള്ളാഹു ഒരിക്കലും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ അള്ളാഹു തആല അനുവദിക്കുന്നില്ല എന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആനിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. സൂറത്തുൽ ഫാത്തിഹയുടെ 5-ാമത്തെ വചനം തൊട്ട് സൂറത്തുൽ നിസായിലെ 48 വചനത്തിലേക്ക് എത്തിയാലും, സൂറത്തുൽ സുമറിലെ 3-ാമത്തെ വചനത്തിലും അതുപോലെ സൂറത്തുൽ ഫാത്തിറിലെ 22, 23, 24 വചനങ്ങളിലും അള്ളാഹു തആല നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. അതുപോലെ നമ്മൾ രാത്രി പാരായണം ചെയ്യുന്ന സൂറത്തുൽ മുൽക്കില് അള്ളാഹു തആല നമ്മോട് നരകത്തിൽ കിടക്കുന്ന ആളുകളോട് നരകം കാക്കുന്ന മലക്കുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ ആരും വന്നില്ലയോ? എങ്ങനെ ചോദിക്കുക? നരകത്തിലെ മലക്ക് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾക്ക് പ്രവാചകന്മാർ വന്നില്ലായിരുന്നോ എന്നല്ല ചോദിക്കുക. നിങ്ങൾക്ക് ഈ യുവാവിനെ പോലെയുള്ള, അതായത് നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ ആരും വന്നില്ലായിരുന്നോ? നിങ്ങൾ എല്ലാ ദിവസവും രാത്രി പാരായണം ചെയ്യുന്ന സൂറത്തുൽ മുൽക്കിലെ 13-ാമത്തെ വചനമാണ്. ഒന്ന് ചിന്തിച്ചു നോക്കേണ്ട ഉമ്മമാരെ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാർ ആരും വന്നില്ലായിരുന്നോ? അപ്പോൾ നമ്മൾ നരകത്തിൽ കാക്കുന്ന നരകത്തിലെ മലക്കിനോട് നമ്മൾ പറയും, അതെ അവർ വന്നിരുന്നു, പക്ഷേ ഞങ്ങൾ അവരെ മുജാഹിദുകൾ എന്ന് പറഞ്ഞ് കളിയാക്കി കളഞ്ഞു എന്ന്, അല്ലേ? അതായത് അവരെ ഞങ്ങൾ കളിയാക്കി കളഞ്ഞു. മുജാഹിദ് എന്ന് അവിടെ പറയില്ല, പക്ഷെ അവരവിടെ പറയുന്നത് എന്താ? ഞങ്ങൾ അവരെ കളിയാക്കി കളഞ്ഞു എന്ന്. ഇന്ന് നമ്മളെ നാടുകളിൽ ഖുർആൻ പറഞ്ഞു നടക്കാൻ വേണ്ടി വെമ്പല് കൊള്ളുന്നത് ആരാണ്? ഈ പറയപ്പെട്ട മുജാഹിദീങ്ങളാണ്. നിങ്ങൾ തീവ്രവാദികൾ എന്ന് പറയുന്ന മുജാഹിദീങ്ങള്. മനസ്സിലായോ? അവർ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അള്ളാഹു അല്ലാതെ മറ്റാരുടെയെങ്കിലും പക്കൽ നിന്നുള്ളതായിരുന്നുവെങ്കിൽ അതിൽ അവർ ധാരാളം എഴുതുകൾ കണ്ടെത്തുമായിരുന്നു. സൂറത്ത് നിസായിലെ അള്ളാഹു തആല 82-ാമത്തെ വചനത്തിലെ അള്ളാഹു പറയുകയാണ്, ഞാൻ അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ, എന്റെ ഈ വൈകാരികമായ ഈ ഹൃദയം സ്പർശിക്കുന്ന ശൈലിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്. കാരണം എന്റെ സുഹൃത്തുക്കളോട് ഇത് പറയാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. കാരണം ഞാൻ നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്നിട്ട് പറയാനുള്ള കാരണം സൂറത്തുൽ ആൽ ഇമ്രാനിലെ 104-ാമത്തെ ആയത്താണ്. അതായത് നന്മ കാണുമ്പോൾ ചെയ്യുകയും നന്മയിലേക്ക് നയിക്കുകയും തിന്മ കാണുമ്പോൾ തടയുകയും ചെയ്യുന്ന
എന്ന ഒരു സമുദായം നിങ്ങളിൽ നിന്നും ഉണ്ടാവട്ടെ എന്ന് എന്റെ പ്രവാചകൻ പറഞ്ഞ വാക്കനുസരിച്ച് കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ കോപാളി വേഷം കെട്ടുന്നത്. അതായത് ഇന്ന് ജനങ്ങളോട് എനിക്കിത് പറയാതിരിക്കാൻ പറ്റില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെ കോമാളിയായി കാണുന്ന ജനതയാണ് ഇന്നത്തെ യുവാക്കള്. എന്നെ പോലെയുള്ള 35 വയസ്സ് പ്രായമുള്ള ആളുകളെ കാണുമ്പോൾ ഇവൻ ഇപ്പോഴും 6-ാം നൂറ്റാണ്ടിലാണ് എന്ന് പറയുന്നവരോടാണ് പറയുന്നത്. 6-ാം നൂറ്റാണ്ടിലെ ജീവിതമല്ലേ യഥാർത്ഥ ജീവിതം? നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഇന്ന് ചാണകം ഭക്ഷിക്കുന്ന കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതായത് എന്ത് കഴിക്കണം എന്ത് കഴിക്കാതിരിക്കണം എന്ന് പോലും അറിയാത്ത യുവാക്കളുടെ കാലം. മദ്യം ഹറാമാണെന്നറിഞ്ഞിട്ടും കഴിക്കുന്നവര്, സിഗരറ്റ് ഹറാമാണെന്നറിഞ്ഞിട്ടും വലിക്കുന്നവര്, ഇങ്ങനെയുള്ള കാര്യം ലഹരിയിലൂടെ സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തുന്ന യുവാക്കള്, നിസാര കാര്യത്തിന് പോയി ആത്മഹത്യ ചെയ്യുന്ന യുവാക്കള്, എന്താണെന്നറിയാതെ ലോകമെന്തെന്നറിയാതെ 6-ാം നൂറ്റാണ്ടിനെ കുറ്റം പറഞ്ഞു ജീവിക്കുന്ന യുവാക്കള്. എന്താണ് 6-ാം നൂറ്റാണ്ടിലെ കാലഘട്ടം? 6-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അന്ന് ജനങ്ങൾക്ക് തെറ്റും അറിയാത്തൊരു കാലഘട്ടം വന്നപ്പോഴാണ് ഈ പ്രവാചകന്റെ ജനനം ഉടലെടുക്കുന്നത്. അന്ന് അതായത് ആൺകുട്ടികൾ ജനിച്ചാലും കൊല്ലുന്ന കാലഘട്ടം, പെൺകുട്ടികൾ ജനിച്ചാൽ കൊല്ലുന്ന കാലഘട്ടം. ഇവിടെയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഈ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. സ്ത്രീകൾക്കും ഈ ലോകത്ത് ജീവിക്കാനുള്ള അധികാരമുണ്ട്. നമ്മുടെ രാജ്യത്ത് മാറുമറക്കൽ സമരം നടത്തിയ പെണ്ണുങ്ങളെ ഇന്ന് മാറ് തുറക്കാൻ വേണ്ടി സമരം നടത്തുകയാണ്. മാറ് മറക്കാൻ വേണ്ടി ഈ കുത്തിയിരുന്ന് റോഡ് സൈഡുകളിൽ സമരം നടത്തിയ പെണ്ണുങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് മാറ് തുറക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങളിലേക്ക് പോകുന്ന ആളുകൾക്ക് 6-ാം നൂറ്റാണ്ടുകാരെ കുറ്റം പറയാൻ എന്ത് വികാരം? ഇന്ന് എല്ലാ സൗകര്യങ്ങളും നിങ്ങളുടെ വിരൽ തുമ്പിലുണ്ടെങ്കിലും ഈ സഹോദരൻ പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ ഒരു വിരൽ തുമ്പ് കൊണ്ട് പരിശോധിക്കാൻ കഴിയുമെങ്കിലും നിങ്ങൾ അതിന് സമയം ചെലവാക്കുന്നില്ല. നിങ്ങൾ ലഹരിയിലൂടെയും പിന്നെ ആഘോഷങ്ങളിലൂടെയും നിങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ചു കളയും. നാളെ മരണസമയത്ത് അല്ലാഹു തആല നിങ്ങളുടെ അജലി എത്തിക്കഴിഞ്ഞാൽ വല്ലാഹി എന്ന് അല്ലാഹു പറയുന്നത് നിങ്ങളെ അല്ലാഹു തആല തിരിച്ചു വിളിക്കുക തന്നെ ചെയ്യും. ഒരു സെക്കൻഡ് പോലും നിങ്ങൾക്ക് അല്ലാഹു നീട്ടിത്തരുകയില്ല. ഇന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. നിസാര സെക്കൻഡുകൾക്കുള്ളിലാണ് നമ്മുടെ യുവാക്കളും യുവതികളൊക്കെ മരിച്ചു പോകുന്നത്. ഇന്ന് രാവിലെ കണ്ടവനെ 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും മയ്യത്തായി കാണുന്ന കാലഘട്ടത്തിലാണ്. സമയത്തിന് യാതൊരു വിലയുമില്ല. ഒരു വെള്ളിയാഴ്ച കഴിഞ്ഞാൽ അടുത്ത വെള്ളിയാഴ്ച വരുന്നത് ഒരു സെക്കൻഡ് പോലുള്ള ദൈർഘ്യത്തിലാണ് ഇന്ന് കാര്യങ്ങൾ നടന്നു പോകുന്നത്. ഇങ്ങനെയുള്ള കാര്യം കാണുമ്പോൾ അല്ലാഹു തആല പറഞ്ഞ ഈ ലോകാവസാനത്തിന്റെ ലക്ഷണങ്ങള്, ചെറിയ അടയാളങ്ങളും വലിയ അടയാളങ്ങളും ഞാൻ ഇതിലേക്ക് വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത വിഷയം ഞാൻ ലോകാവസാനത്തിന്റെ കാര്യങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല അതിന് തൗഫീക്ക് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ട യുവാക്കളോട് യുവതികളോട് എനിക്ക് പറയാനുള്ളത്, സോഷ്യൽ മീഡിയയിലെ ആകർഷകമായ തമ്പനെയിലുകളും താൽക്കാലികമായ കയ്യടികളും കണ്ട് നിങ്ങളുടെ ഈമാൻ വിറ്റുകളയരുത്. എന്റെ ഉമ്മമാരെ, സഹോദരിമാരെ, മതം ഉപേക്ഷിക്കുന്നതിലൂടെ ഒരു മനുഷ്യന് നഷ്ടപ്പെടുന്നത് അവനവന്റെ ധാർമ്മികതയാണ്. ശരിയും തെറ്റും നിശ്ചയിക്കാൻ സ്വന്തം യുക്തിയല്ലാതെ മറ്റൊരു മാനദണ്ഡമില്ലാത്ത അവസ്ഥ, നോ ഒബ്ജക്റ്റീവ് മോണിഡാരിറ്റി സമൂഹത്തെ വലിയ നാശത്തിലേക്ക് നയിക്കുന്നു. അതായത് നിങ്ങൾക്ക് ദീനിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായാൽ അത് ചോദിക്കേണ്ടതും പഠിക്കേണ്ടതും യൂട്യൂബർമാരെ കൊണ്ടല്ല. അത് നിങ്ങൾ പഠിക്കേണ്ടത് വിശുദ്ധ ഖുർആൻ മറിച്ചു നോക്കിക്കൊണ്ടാണ്, പ്രവാചകന്റെ സുന്നത്തിലൂടെയാണ്. മറിച്ച് അല്ലാഹുവിന്റെ പ്രമാണങ്ങൾ കൃത്യമായി പഠിച്ച മതപണ്ഡിതന്മാരിൽ നിന്നും നിങ്ങൾ എന്ത് ചെയ്യണം? ഇസ്ലാം എന്താണെന്ന് പഠിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. താൽക്കാലികമായുള്ള കുപ്രചാരങ്ങൾക്കും അള്ളാഹുവിന്റെ ദീനിന്റെ പ്രകാശത്തെ കെടുത്താൻ കഴിയില്ല. അതായത് ഞാൻ വീണ്ടും മടങ്ങി വരുന്നു. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അതായത് അള്ളാഹുവിന്റെ അടുക്കൽ അംഗീകരിക്കപ്പെട്ട മതം ഇസ്ലാം മാത്രമാണ്. കാരണം ബാക്കിയുള്ള മതങ്ങൾക്കും അള്ളാഹു തന്നെയാണ് ഗ്രന്ഥം കൊടുത്തത്. പക്ഷേ ഈ ഗ്രന്ഥങ്ങളുടെ അവസാനത്തെ എഡിഷനാണ് വിശുദ്ധ ഖുർആൻ. മറ്റുള്ള ഗ്രന്ഥങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് വിശുദ്ധ ഖുർആനിലും പറയുന്നത്. പക്ഷേ കുറച്ച് അധികം കാര്യങ്ങൾ കൂടി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു തആല നമ്മുടെ ഈമാൻ മരണം വരെ കാത്തു സൂക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് റബ്ബനാ ലാ തുസിഗ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ ഇന്നക അൻതൽ വഖാബ്. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യണേ. ഈ സന്ദേശം പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്. ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹു ലി വലക്കും വഅജ്റു ദഅ്വനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി